ചേട്ടാ ഞാനിന്നൊരു ചെടി നട്ടു, അയാൾ തടം നനച്ചു. ചേട്ടാ ഞാൻ ഇന്ന് ഒരു പുതിയ കറി വെച്ചു, അയാൾ അത്താഴിച്ച് അഭിനന്ദിച്ചു. ചേട്ടാ ഞാനിന്നൊരു കഥ എഴുതി, അന്ന് ആ വീട്ടിൽ സ്റ്റൗ പൊട്ടിത്തെറിച്ചു. നിത്യേന ഗീത വായിക്കുകയും സദാ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ഗാന്ധി. അതേപോലെ തന്നെയായിരുന്നു ഗോഡ്സെയും. മഹാത്മാഗാന്ധിയും ഗീത വായിച്ചിട്ടുണ്ട്, ഗോഡ്സെയും ഗീത വായിച്ചിട്ടുണ്ട്. ആര് വായിച്ച ഗീതയെ ശരി, ജയിച്ചവരും അനാഥരായി, തോറ്റവരും ഇല്ലാതായി പോയി. ആ രീതിയിൽ നാശത്തിന് പ്രേരിപ്പിച്ച ഒരു തത്വസമിതിയാണ് ഭഗവത്ഗീതയുള്ളത്. പൊന്നമ്പലമേട്ടിലേക്ക് ഈ മകരവിളക്ക് കത്തിക്കുന്ന ആണെന്ന് തെളിയിക്കാനായിട്ട് ജാഥ നടത്തും, മാർച്ച് നടത്തുമെന്ന് കേരളത്തിലെ യുക്തിബോധമുള്ള കുറേ ആളുകൾ പറഞ്ഞപ്പോൾ അതിനാൽ ഇടപെട്ടു. ഈ മുഖ്യമന്ത്രിയായിട്ടാണ് അദ്ദേഹം ഇടപെട്ടിട്ട് പറഞ്ഞത്, അതിപ്പോൾ ആർക്കും അറിയാൻ മേത്തത് കത്തിക്കുന്നതാണ്. ഈ രീതിയിൽ അതിനെ ആദ്യം പൊളിക്കുന്നത്, ആദ്യമേ പ്രപഞ്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടായി, ഇരുട്ടുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ടുണ്ടായി, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വെളിച്ചമുണ്ടായി, സൂര്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ സൂര്യനുണ്ടായി. അതെങ്ങനെയപ്പോൾ സൂര്യനല്ലേ ആദ്യം ഉണ്ടാകേണ്ടത്? സൂര്യൻ ഉണ്ടായതിനു ശേഷമല്ലേ പിന്നെ ഇരുട്ടും വെളിച്ചുണ്ടാവുള്ളൂ. അപ്പൊ അതുപോലും അറിയാൻ വയ്യാത്ത പഴയ പാവപ്പെട്ട നമ്മുടെ അപ്പൂപ്പന്മാര് പൂർവ്വന്മാരുണ്ടാക്കിയ സംഭവമാണ്. അത് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമില്ല. ആശുപത്രിയിൽ ഒരു മയിൽപ്പീലി, ഡോക്ടർ എൻ്റെ ഗർഭപാത്രം നീക്കം ചെയ്യണം. കവികൾ പുസ്തകത്തിൽ പ്രവേശിപ്പിച്ച് പെറ്റു വലഞ്ഞ് ഇനി വയ്യ. ബുദ്ധന്റെ പല്ല് നോക്കി ഭിക്ഷുക്കൾ മന്ത്രിച്ചു, യുദ്ധം ശരണം വിളിച്ചു. അത്ര പേര് കേൾക്കുന്നു എന്നുള്ളത് എനിക്ക് ഒരിക്കലും വിഷയമല്ല. ഞാൻ രാത്രിയിൽ കടലിനെ നോക്കി കവിത വായിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് മുമ്പല്ല, കടൽ മാത്രമേ ഉള്ളൂ. ദൈവം എന്നൊരു സങ്കല്പമല്ലേ, ദൈവത്തിന് യേശുദാസല്ല, അവിടെ പട്ടിയും പൂച്ചയും എല്ലാം കയറുന്നത് യേശുദാസ് കുഴപ്പമെന്നാണ്, ഒരു വിഷയമേ അല്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. കുരീപ്പുഴ ശ്രീകുമാറാണ് നമുക്കപ്പോൾ. നമസ്കാരം സാർ. നമസ്കാരം. 8ാം ക്ലാസ്സിലെ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞാമിനെ കാണാൻ ഒരാൾ വന്നു. ഒട്ടക വിയർപ്പിൻ്റെ സുഗന്ധം, താടി, തലേക്കെട്ട്, നെറ്റിയിൽ ചെമ്പുത്തൊട്ട്. പുയാപ്ല. ഉമ്മ പറഞ്ഞു പുയാപ്ല. കുഞ്ഞാമിനയുടെ ഉള്ളു പറഞ്ഞു ഉപ്പൂപ്പ ഉപ്പൂപ്പ. വളരെ കൃത്യമായിട്ട് സാമൂഹ്യ വിമർശനം നടത്തിയിട്ടുണ്ട്. വളരെ സ്ട്രെയിറ്റ് ആണ്. എന്നാൽ ഇത് കവിതയാണ്. ഇതൊരു ക്രാഫ്റ്റ് വർക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വായിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കവിയിലേക്ക് ആകർഷണനായിട്ടുണ്ട്. ഇത്ര ലളിതമായി സാമൂഹ്യ വിമർശനം നടത്താൻ കഴിയും എന്നുള്ളതാണ് ഈ കവിതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്തരം ഒരുപാട് നഗ്ന കവിതകൾ എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരിലേക്ക് എത്താൻ കഴിയുന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണോ കൂടുതൽ നഗ്ന കവിതകൾ എഴുതി തുടങ്ങിയത്? അല്ല, അതായത് എനിക്ക് ഈ ലോകത്തുള്ള എനിക്ക് എതിർപ്പും വിയോജിപ്പുള്ള കാര്യങ്ങളൊക്കെ പറയണമായിരുന്നു. അതിൻ്റെ സങ്കടങ്ങളാണ്. ഈ സങ്കടങ്ങളൊക്കെ എനിക്ക് പറയണം. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് വരെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഗസ്സിയുടെയും ശ്രീകുമാറിൻ്റെ ദുഃഖങ്ങളുടെയും വീണകൽപ്പനക്കാരൻ്റെ ഒന്നും പാറ്റേണിൽ പറ്റില്ല. അപ്പോൾ ഞാൻ വിഷു പിന്നെ ഇത് എങ്ങനെ പറ്റും? ഞാൻ എന്നെ തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് വരെ പാലിച്ചു വരുന്ന അക്ഷരക്രമങ്ങളുടെയും ഛന്ദസ്സിൻ്റെയും വൃത്തത്തിൻ്റെയും എല്ലാം രീതി മാറ്റണം. താളത്തിൻ്റെ രീതികൾ വ്യത്യാസപ്പെടുത്തണം. അലങ്കാര പ്രയോഗങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് സമ്പൂർണ്ണമായിട്ട് പരമാവധി വേണ്ടെന്ന് വയ്ക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് എങ്ങനെയാണ് കവിത എഴുതുന്നത്? അത് എനിക്ക് ആദ്യം അങ്ങനെ അനുഭവം ഉണ്ടായത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു കവിത എഴുതിയപ്പോഴാണ്. ബുള്ളറ്റിൻ എന്ന് പറഞ്ഞിട്ട്, അതാണ് ആദ്യത്തെ നഗ്ന കവിത. ബുള്ളറ്റിൻ ഒരു തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് ഒരു കുട്ടി, ഒരു വോട്ടർ വനിത ചെല്ലുന്നതാണ് എഴുതിയ ഒരു വോട്ടർ. കാബേജിൻ്റെ മുഖവും ചോളത്തിൻ്റെ നിറവുമുള്ള ദമയന്തി മരണമാലിയുമായി പോളിംഗ് ബൂത്തിലെത്തി. 5 നളന്മാർ. ദമയന്തി എല്ലാ ദൈവങ്ങളോടും ചോദിച്ചു, യഥാർത്ഥ നളൻ ഏതാണ്? മുദ്രകളില്ലാത്ത 5 പേരും വ്യാജന്മാരായിരുന്നു. ഇങ്ങനെയാണ് ആ കവിത ആരംഭിക്കുന്നത്. അങ്ങനെ 4-5 ബുള്ളറ്റിനുകളാണ് ഉള്ളത്. സഹിക്കാൻ മേത് എഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പ് രംഗം ഈ രീതിയിൽ പാളിപ്പോയി. നമ്മുടെ ഏക ആശ്രയമാണ് ജനാധിപത്യം എന്നുള്ളത്. ജനാധിപത്യം ഈ രീതിയിൽ മലിനമായി പോകുന്നു, നമുക്ക് അനുകൂലമല്ലാതായി പോകുന്നു, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. എനിക്ക് വരുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ ഇതില്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അത് കലാകൃതിയിൽ അച്ചടിച്ച് വന്നപ്പോൾ അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല, കത്തുകളുടെ ഒരു വിനിമയ രീതിയാണ് ഉണ്ടായിരുന്നത്. ധാരാളം ആളുകളുടെ കത്ത് എനിക്ക് കിട്ടി. ആ കവിതയെ എന്നെ അന്ന് അഭിനന്ദിച്ച് പറഞ്ഞവരിൽ അന്ന് തിരുവനന്തപുരത്ത് പഠിക്കുന്ന പിന്നെ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിരുന്ന ഇന്ന് പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള TT ശ്രീകുമാറാണ് ഈ കവിത നന്നായിട്ട് കൺവേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് ലൈബ്രറി ലൈബ്രറി വന്നിട്ട് എന്നോട് പറയുകയൊക്കെ ചെയ്തു. പുള്ളി എല്ലാവർക്കും ഒരു കത്ത് എഴുതുകയൊക്കെ ചെയ്തിരുന്നു. കത്ത് അവർ പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ കൂടിയും. സാധാരണ കവിതയല്ലല്ലോ, തുറന്നു പറയുന്ന ഒരു കവിതയാണല്ലോ. തുറന്നു പറയുന്ന കവിതയ്ക്ക് എന്ത് പേരിടും? നഗ്നമായ കവിത. നഗ്നമായ കവിത എന്ന് പറയുമ്പോൾ കുഞ്ചൻ നമ്പ്യാരോളം വലിപ്പമുള്ള കവിത വേണ്ട, കുഞ്ഞുണ്ണി മാഷോളം ചെറുതായിരിക്കുകയും വേണ്ട, അല്ലാതുള്ള ഒരു സമീപനമായിരിക്കും ഇതിന് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ വാസ്തവത്തിൽ ഈ നഗ്ന കവിത എന്ന് പറയുന്നത് ഇന്ത്യൻ കാവ്യരീതിയിൽ ആദ്യമായിട്ടുള്ളതല്ല. അതിൽ പ്രധാനപ്പെട്ട നഗ്ന കവിതകളെല്ലാം
വന്നിട്ടുള്ള തെലുങ്ക് ഭാഷയിലാണ്. തെലുങ്കിൽ അവരതിന് പറയുന്നത് ദിഗംബര കവിത എന്നാണ്. ദിഗംബര കവിതയിൽ ശ്രീ അടക്കമുള്ള ഇത്തരം കവിതകൾ എഴുതിയിട്ടുണ്ട്. ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ദിഗംബര കവി അല്ലെങ്കിൽ വിപ്ലവ പോരാട്ട കവി എന്ന് പറയുന്നത് ഗദ്ദറാണ്. അപ്പോൾ ഗദ്ദറിൻ്റെ ഇത്തരം കവിതകൾ കേൾക്കാൻ സംഗീതം ചേർത്തിട്ടാണ് പുള്ളി ചൊല്ലുന്നത്. അത് കേൾക്കാനായിട്ട് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് സെക്കന്ദരാബാദിലും ഹൈദരാബാദിലും എല്ലാം ഒത്തുകൂടിയിരുന്നത്. ഞാൻ ഗദ്ദറിനെ കണ്ടിട്ടുണ്ട്, ഗദ്ദറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എന്നെ വളരെയധികം ആകർഷിച്ച ഒരു കവിയാണ് തെലുങ്കിലെ ഗദ്ദർ. അദ്ദേഹം മരിച്ചപ്പോഴും മരണാനന്തരം ഞാൻ എവിടെയും പോയി കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം ആ ചെങ്കുടിയുടെ തണലിൽ നിന്ന് മാറി നീല നിറത്തിലൂടെ സഞ്ചരിച്ച് ദളിത് ആഭിമുഖ്യമുള്ള ഒരാളായിട്ട് മാറി. അംബേദ്കറിൻ്റെ പിന്നാലെ പോയി, ബുദ്ധിസത്തിൻ്റെ പിന്നാലെ പോയി. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളാണ്. ഈ നഗ്നകവിതയും ദിഗംബര കവിതയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ദിഗംബര കവിത ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സാമ്രാജ്യത്വ വിരുദ്ധം, മുതലാളിത്ത വിരുദ്ധം, ഫാസിസ്റ്റ് വിരുദ്ധം എന്നുള്ളത്. ഞാൻ എഴുതിത്തുടങ്ങുന്ന ഈ നഗ്നകവിത എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള സാമൂഹിക വിമർശനമാണ്. അതിനകത്ത് മതം നമുക്ക് തരുന്ന അപ്രിയങ്ങളെക്കുറിച്ച് സംസാരിക്കാം, വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് തരുന്ന അപ്രിയങ്ങളെക്കുറിച്ച് സംസാരിക്കാം, സൊസൈറ്റിയിൽ എന്തെല്ലാം ഉണ്ടാകുന്നോ നമുക്ക് അപ്രിയമായിട്ട് തോന്നുന്നത്, ശരിയല്ല എന്ന് നമുക്ക് തോന്നുന്നത്, അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാം. കവിതയെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് കവിതയിലുടനീളം ആളുകൾ പ്രയോഗിക്കാറുള്ള സംഭവമാണ് മയിൽപ്പീലി. അയ്യപ്പൻ്റെ കവിതയിലുണ്ട്, വൈനിയുടെ കവിതയിലുണ്ട്, എല്ലാ കവിതയിലും ഒരു മയിൽപ്പീലിയുണ്ട്. അപ്പോൾ നമ്മൾ ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത്, പ്രണയത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഒരു മയിൽപ്പീലി ഉണ്ടാവുക, മയിൽപ്പീലി പുസ്തകത്തിനകത്ത് വയ്ക്കുക, എന്നിട്ട് അതിങ്ങനെ പ്രസവിക്കുന്നത് കാത്തിരിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട ഇമേജ്. ഇത് റിപ്പീറ്റ് ചെയ്ത് തരിക എല്ലാ കവികളും. അപ്പോൾ ഇത് ശരിയുള്ളൊരു കാര്യമല്ലല്ലോ. അതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് മയിൽപ്പീലി എന്നൊരു കവിതയുണ്ട്. ആശുപത്രിയിൽ ഒരു മയിൽപ്പീലി, ഡോക്ടർ എൻ്റെ ഗർഭപാത്രം നീക്കം ചെയ്യണം, കവികൾ പുസ്തകത്തിൽ പ്രവേശിപ്പിച്ച് പെറ്റു വലഞ്ഞു, ഇനി വയ്യ. അപ്പോൾ ഇതും പറയാം. ഏത് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും ശരിയല്ല നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയൊരു മാധ്യമം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ നഗ്നകവിതയിൽ എത്തിയത്. ആളുകളെ ആകർഷിക്കുന്നു എന്നുള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കിയ സമയത്ത് എനിക്കധികം എഴുതാൻ സാധിച്ചില്ല. ആളുകൾ ആകർഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ, അങ്ങനെ ആകർഷിക്കാൻ പാടില്ലല്ലോ. അതായത് 82-ലോ 84-ലോ മറ്റും തോന്നുന്നു എൻ്റെ ഒരു കവിത ഏതൊരു മാസികയിൽ അച്ചടിച്ച് വന്നപ്പോൾ ONV ദിവസം വഴിയിൽ വെച്ച് സ്ട്രീറ്റിൽ വെച്ച് കണ്ടു. ഞാൻ നടന്നു പോകും, ONV എതിരെ നടന്നു വരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുനാളിലെ കണ്ടിട്ടുള്ള വലിയ കവിയല്ലേ, ഞാൻ വളരെ ഇങ്ങനെ വന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കവിത വായിച്ചു, ശ്രീകുമാറിൻ്റെ കവിത ധാരാളമായിട്ടപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, ഇനി വളരെ സൂക്ഷിച്ചെഴുതണം എന്ന് പറഞ്ഞു. എനിക്കിത് വലിയ പാഠങ്ങളാണ്. ഞാൻ പിന്നെ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ചെന്നപ്പോൾ അവിടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അവിടെ ഇഷ്ടംപോലെ കവിതാ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലൂടെ എനിക്ക് വായിക്കാൻ പറ്റുന്ന ഒരുപാട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ് മേഖലയിലൊക്കെ താമസിക്കുന്ന, ഉത്തര ധ്രുവത്തിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ കവിതകൾ, അവർക്ക് ഭാഷയൊന്നുമില്ല, ലിപിയൊന്നുമില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ആരും ഒരു സാഹിത്യം എഴുതിയെടുത്ത് പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളൊക്കെ ലൈബ്രറിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വായിച്ചു നോക്കിയപ്പോഴേ നമ്മുടെയൊക്കെ കവിത എത്രയോ ചെറുതും എത്രയോ ദരിദ്രവുമാണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് ഒരുപാട് പിന്നെ എഴുതാനേ സാധിച്ചില്ല. അതൊരു വിഷയമാണ്. അങ്ങനെയല്ല മനസ്സിലാക്കിയത്. ശരിക്കും ഇപ്പോൾ നിത്യേന ഗീത വായിക്കുകയും സദാ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ഗാന്ധി. അതേപോലെ തന്നെയായിരുന്നു ഗോഡ്സെയും. ഇതിനകത്ത് വരുന്ന ആശയങ്ങൾ ശരിക്കും ഞാനത് വായിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പെട്ടെന്നൊരു റിഫ്ലക്ഷൻ കിട്ടില്ലേ, അതായത് ഓ എന്ന് തോന്നില്ലേ, അത്രയും രസകരമായിട്ട് എന്താണ് ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടുപേരും എങ്ങനെയാണ് ഈ സംവിധാനത്തെ ഉപയോഗിച്ചത്, രണ്ടുപേർക്കും ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെ വ്യാഖ്യാനം പോകുന്നത്. അപ്പോൾ വ്യാഖ്യാന ഫാക്ടറികൾക്കെതിരായിട്ടുള്ള സന്ദേശം അതിനകത്തുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ക്ലിക്കാവുന്നതാണോ, എങ്ങനെയാണ് ഇത് വരുന്നത്? അതെ, ഒരുപാട് കാലമായിട്ട് എനിക്കുള്ളൊരു പ്രശ്നമായിരുന്നു, ആര് വായിച്ച ഗീതയാണ് ശരി. എനിക്ക് കുട്ടിക്കാലത്തെ ഗീത ഒരുപാട് വായിക്കേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിൽ ഞാൻ ഗീതയിൽ ഒരു അധ്യായം വായിച്ചാൽ മാത്രമേ എനിക്ക് അത്താഴം തരത്തുള്ളായിരുന്നു. അതുകൊണ്ട് 18 ദിവസം കൊണ്ട് ഒരു പുസ്തകം തീരുന്നു, വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് വർഷങ്ങൾ ഈ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയ്ക്ക് ആ പുസ്തകത്തോട് എനിക്ക് ഭയങ്കര വിയോജിപ്പാണ് ഈ വർഷങ്ങളോടുള്ള വായന കൊണ്ട് എനിക്ക് തോന്നിയത്. ഞാൻ ആലോചിച്ചത്, മഹാത്മാഗാന്ധിയും ഗീത വായിച്ചിട്ടുണ്ട്, ഗോഡ്സെയും ഗീത വായിച്ചിട്ടുണ്ട്, ആര് വായിച്ച ഗീതയാണ് ശരി? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഗീതയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, അപ്പുറത്ത് നിൽക്കുന്ന ഗുരുക്കന്മാരായാലും ജ്യേഷ്ഠ സഹോദരന്മാരായാലും ഉറ്റമിത്രങ്ങളായാലും അവരൊക്കെ കൊല്ലാം. അത് പഠിച്ചത് ഗോഡ്സെയാണ്. അങ്ങനെയാണ് ഗുരുസ്ഥാനത്ത് കാണേണ്ടുന്ന വലിയ ഒരു മാതൃകാ മനുഷ്യനായിട്ടല്ല ലോകം കാണുന്ന ഐൻസ്റ്റൈൻ അടക്കമുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പിച്ച ഗാന്ധിയെ വെടിവെച്ച് കൊല്ലാൻ ഗോഡ്സെ തീരുമാനിക്കുന്നത്.
അപ്പോൾ ഗോഡ്സെ വായിച്ച ഗീതയാണ് ശരി, ഗാന്ധി വായിച്ച ഗീതയല്ല. അപ്പോൾ ഇത് പറയാൻ ഇതേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. വേറെ നഗ്നകവിത ഒരു സ്വാമിയോട് ഒരാൾ ചോദിക്കുന്ന, സ്വാമി എന്താണ് അടുത്ത പരിപാടി? ഭഗവത്ഗീതയ്ക്ക് ഒരു വ്യാഖ്യാനം ഉണ്ടാക്കണം. ഇനിയും കണ്ടുപിടിക്കണോ ആറ്റം ബോംബ് എന്നയാൾ ചോദിക്കുക. അത് ഒരു തവണ കണ്ടുപിടിച്ച് തന്നെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടാക്കിയ നാശം ഭയങ്കരമാണ്. ഇനിയും അത് തന്നെ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? ഭഗവത്ഗീതയ്ക്ക് ഉണ്ടാകുന്ന എല്ലാ വ്യാഖ്യാനങ്ങളും മനുഷ്യനെ കൂടുതൽ നാശത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അത് നല്ലൊരു പുസ്തകമാണെന്നുള്ള വ്യാജേന അതിലെ അക്രമങ്ങൾ, അതിൻ്റെ ദുഃഖത്തിലേക്ക് നയിക്കുന്ന വിത്തുകൾ, ഇതെല്ലാം ഉണ്ടാക്കി തരുന്നൊരു പുസ്തകമാണ്. വ്യാഖ്യാതാക്കളുടെ പ്രശ്നമല്ല, അല്ലല്ല വ്യാഖ്യാതാക്കളുടെ പ്രശ്നമല്ല. ഭഗവത്ഗീത തന്നെ അങ്ങനെയാണ്. ഭഗവത്ഗീത തന്നെ ഇപ്പം ചിന്മയാനന്ദൻ്റെ ഗീതാ ക്ലാസ് എന്നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഗീതാ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരിക്കൽ നമ്മുടെ തൈക്കാട്ടൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തൈക്കാട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ ചിന്മയാനന്ദൻ്റെ ഗീതാ പ്രഭാഷണം കേൾക്കുന്നത്. ഞാൻ അവിടെ കയറുന്നത് കേട്ട് അത് പുള്ളി പറഞ്ഞത് ഇങ്ങനെ 2 സൈന്യത്തിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് നിർത്തുന്നു തേര് അർജുനൻ്റെ ആഗ്രഹപ്രകാരം. ഈ ആളുകളെല്ലാം കണ്ടോടുകൂടി ഈ ഗുരുക്കന്മാരെയും ജ്യേഷ്ഠ സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും ഇങ്ങനെ കണ്ടോടുകൂടി ഇദ്ദേഹത്തിന് മോഹാലസ്യം ഉണ്ടാകുന്നു. വേണ്ട, യുദ്ധത്തിന് തയ്യാറല്ലാന്ന് തീരുമാനിക്കുന്നത്. പിന്നെ ചിന്മയാനന്ദൻ പറയുന്നത് ഇദ്ദേഹം തട്ടി ഉണർത്തുകയാണ് അർജുനനെ. ശ്രീകൃഷ്ണൻ തട്ടി ഉണർത്തിട്ട് പറയുന്നത്, അർജുൻ ഡോണ്ട് വറി, ടേക്ക് ദിസ് കൊക്കക്കോള ആൻഡ് ലിസൺ. അപ്പോൾ കൊക്കക്കോള എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ ഭഗവത്ഗീത. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ കൊക്കക്കോള കൊടുത്തിട്ടാണ് ചിന്മയാനന്ദൻ പോലും പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. ഭഗവത്ഗീത ഒരു ഉത്തമമായ ഗ്രന്ഥം അല്ല, അത് യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ആ യുദ്ധത്തിന് പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ മഹാഭാരത യുദ്ധത്തിലുണ്ടായത്, ഇത്രയും വലിയ അനാഥത്വം അവിടുത്തെ സ്ത്രീകൾക്കുണ്ടായത്, കുഞ്ഞുങ്ങൾക്കുണ്ടായത്. ഒരുപാട് പേര് ജയിച്ചവരും അനാഥരായി, തോറ്റവരും ഇല്ലാതായിപ്പോയി. ആ രീതിയിൽ നാശത്തിന് പ്രേരിപ്പിച്ച ഒരു തത്വസംഹിതയാണ് ഭഗവത്ഗീതയുള്ളത്. അത് പിന്നെ വളരെ വ്യക്തമാണ്. തിരുനെല്ലൂർക്കാരനാരും പറഞ്ഞിട്ടുണ്ട് അത് ഫ്യൂഡലിസത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണെന്ന്. തിരുനെല്ലൂർ ഒരു ഇൻ്റർവ്യൂവിൽ, പച്ചമല ഇടത്തിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഇളവൂർ ശ്രീകുമാർ എഴുത്തുകാരൻ അതിന് എഡിറ്ററോട് ഒരിക്കൽ പറയുകയും ചെയ്തിരുന്നു. അതാണ് അതിന് വാസ്തവം. അപ്പോൾ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഈ നഗ്നകഥയെ പറ്റൂ. ഗോഡ്സെ ആരാണ് വായിച്ചത്? ഈ എല്ലാ ദിവസവും ഗീതയും കൊണ്ടുണ്ടെങ്കിൽ വായിക്കും ചെയ്ത ആരുടെ? ഗാന്ധി. അതുപോലെ തന്നെയാണ് ഗോഡ്സെ. ആരുടെ ഗീത ശരി? അതെ. ഗോഡ്സെയെ കുറിച്ച് വീണ്ടും ഉണ്ട് കവിത. അതിങ്ങനെയാണ്: ഗോഡ്സെയ്ക്ക് പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടി. മൂപ്പര് ആഹ്ലാദഭരിതനാണ്. ഓരോ ദിവസവും ഭാരിച്ച് ലോഹമുദ്ര കൊണ്ട് ഗാന്ധിയെ കുത്തു. ഇപ്പോൾ ഗാന്ധിയെ കൊന്നിട്ട് എത്രയോ കാലമായി. ഇപ്പോഴും ഗാന്ധിയുടെ പടത്തിന് നോക്കി വെടിവെക്കുന്നവരുണ്ട്. അപ്പോൾ എന്തുമാത്രം ശത്രുതയാണ് മരിച്ച ഗാന്ധിയോട്. ജീവിച്ചിരിക്കുന്ന ഗാന്ധിയുള്ള ശത്രുത വെടിവെച്ച് കൊന്നപ്പോൾ തീർന്നെന്ന് വിചാരിച്ചെങ്കിൽ തീർന്നില്ല, മരിച്ച ഗാന്ധിയോട് പോലും. അപ്പോൾ ഗോഡ്സെയ്ക്ക് പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടിയാൽ, അല്ലെങ്കിൽ ഗോഡ്സെ മൈൻഡുള്ള ഒരാളിന് പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടിയാൽ അയാൾ ചെയ്യുന്നത് ഗാന്ധിയുടെ പടമുള്ള സ്റ്റാമ്പിൽ ഇടിക്കുക എന്നുള്ളതാണ്. വെടിവെക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇടിക്കുക എന്നുള്ളതാണ്. അത്ര വിരോധം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഹിന്ദു തീവ്രവാദം, ഹിന്ദുമത ഫാസിസം ഇന്നും നിലനിൽക്കുന്നു. അവർ ഗാന്ധിയെ, രാമനെ മുന്നോട്ട് വെച്ച ആളാണ് ഗാന്ധി. ആ ഗാന്ധിയെ വീണ്ടും കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. ഒരു കവി മുമ്പിലിരിക്കുമ്പോൾ ഒരു കവിത ചൊല്ലിക്കുക എന്ന് പറയുന്നത് ഒരു പ്രാഥമിക ഉത്തരവാദിത്വമാണ്. ഉപ്പ എന്ന് പറയുന്ന കവിത എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഉപ്പ പെടാപ്പാടുപെട്ട് കിട്ടിയതീ ചോറ്, ഉപ്പ കടും വെട്ടുകൊണ്ട് കെട്ടിയതീ വീട്, ഉപ്പ പുളിമുട്ടം കീറി കുത്തിയ കിണറ്, ഉപ്പ തന്ന മുത്തമാണെന്നെറ്റിയിലെ പാമ്പ്, പെറ്റ നാളിൽ ഉമ്മ പോയ തീക്കരപ്പൻ ഞാന്, ഉപ്പ കോരി തന്നതാണ് ഞാൻ കുടിച്ച പാല്, മദ്രസ വിട്ടോടി വന്നു ഞാൻ കരഞ്ഞ നാളിൽ, ചിത്രപുസ്തകങ്ങൾ തന്ന് കൂട്ടിരുന്നുപ്പ, ബൈക്ക് മുട്ടി പ്ലാസ്റ്റർ ഇട്ടു ഞാൻ കിടന്ന മാസം, ഒപ്പരം കിടന്നു കഥ ചൊല്ലിത്തന്നുപ്പ, മുത്തുനബി പോർക്കഥകൾ, ബുദ്ധ സന്ദേഹങ്ങൾ, കൃഷ്ണദൂത സീതാവ്യഥ, ക്രിസ്തു സഞ്ചാരങ്ങൾ ഒക്കെയും പിഴിഞ്ഞൊഴിച്ച് ജ്ഞാനദാഹം മാറ്റി, സ്വപ്ന സ്വിച്ചിൽ സ്പർശിച്ചെന്നും വെട്ടമിട്ടന്നുപ്പ, നിസ്കരിച്ചു പാതറുത്ത് ശവ്വാൽ മേഘം പോകെ, സൽക്കരിച്ച തേന്മഴയ്ക്ക് കൈകൊടുത്തന്നുപ്പ, നോക്കി കണ്ണുപോയ പാവമാമന്നുപ്പ, കൊച്ചു മൈലാഞ്ചി തണലിൽ വിശ്രമിക്കും നേരം, ദുഃഖരക്തമുറഞ്ഞാറി നിന്ന മീസാൻ കല്ല്,
മുദ്ര വെച്ച വാക്കിനാലൻ മജ്ജയുരുക്കുന്നു. നേത്രദാന പത്രികയിൽ ഒപ്പുവച്ച ഞാനോ സ്നേഹനദി പൂങ്കരയിൽ കാത്തു കാത്തു നിൽപ്പൂ. ഉപ്പ വിയർപ്പുപ്പു തൂകി ചോപ്പു ചേർത്ത റോസ, ഉപ്പ പുഞ്ചിരിച്ച കണ്ട് വെള്ളയിട്ട മുല്ല, ഉപ്പ കണ്ണുനീരുകൊണ്ടു തീർത്തു മഞ്ഞു തുള്ളി, ഉപ്പ ചിന്ത ചിന്തി കൊണ്ട് പൂട്ടിയെന്നടുപ്പ്. ഉപ്പ എൻ്റെ ഉപ്പ എനിക്ക് ഉജ്ജ്വല നക്ഷത്രം, ഉപ്പ എൻ്റെ ഉപ്പ എനിക്ക് അക്ഷയ പാൽപാത്രം, ഉപ്പ എൻ്റെ ഉപ്പ എനിക്ക് ഉജ്ജ്വല നക്ഷത്രം, ഉപ്പ എൻ്റെ ഉപ്പ എനിക്ക് അക്ഷയ പാൽപാത്രം. പോകാൻ നേരം സഖാവ് പറഞ്ഞു റൈറ്റ്. സമുദ്രത്തിലേക്ക് ചിതാഭസ്മം വീണപ്പോൾ ഭസ്മം പറഞ്ഞു റോങ്. രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഏതാണ് വഴി എന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിൽ കൂടെ തന്നെ രണ്ടാമതൊരു വഴിയും കൂടെ പറയുന്നുണ്ട്. ആ ഭസ്മം അവിടെ ഒഴുക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന മറ്റൊരു തരത്തിലുള്ള ഫിലോസഫി. ഇത് രണ്ടും ഇതിനകത്തേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇത് കോയിൻസിഡൻസിലി വന്നതാണോ? അതെ, ഈ റൈറ്റ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവൊക്കെ ഉണ്ടായിരുന്നു. എന്ത് പറയുക, റൈറ്റ് എന്ന് പറയുക വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ജനങ്ങളെ അമിതമായി സ്നേഹിക്കുകയും പൊന്നമ്പലമേട്ടിലേക്ക് ഈ മകരവിളക്ക് കത്തിക്കുന്ന ആണെന്ന് തെളിയിക്കാനായിട്ട് ജാഥ നടത്തും, മാർച്ച് നടത്തുമെന്ന് കേരളത്തിലെ യുക്തിബോധമുള്ള കുറേ ആളുകൾ പറഞ്ഞപ്പോൾ അത് അതിനാൽ ഇടപെട്ടു. ഈ മുഖ്യമന്ത്രിയായിട്ടുന്ന അദ്ദേഹം ഇടപെട്ടിട്ട് പറഞ്ഞ അതിപ്പോൾ ആർക്കും അറിയാൻ പറ്റുന്നത് കത്തിക്കുന്നതാണ്. ഈ രീതിയിൽ അതിനെ ആദ്യം പൊളിക്കുന്നത് നയിക്കുന്നതിനല്ല. അതുപോലെ ഒരുപാട് സന്ദർഭങ്ങൾ ഗുരുവായൂരപ്പൻ എന്തിനാ പാറാവെന്നൊക്കെ ചോദിച്ചാൽ ആ രീതിയിലൊക്കെ എന്താണ് ദൈവം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ലളിതമായ വർത്തമാനങ്ങളിലൂടെ പറഞ്ഞു കൊടുത്ത അന്ധവിശ്വാസങ്ങൾ ഇല്ലാത്ത ഒരു വലിയ ജനനായകനാണ് ഇ കെ നായനാർ. അത് എപ്പോഴും പറയുന്നൊരു വാക്കാണ് റൈറ്റ് എന്നുള്ളത്. പോകാൻ നേരം റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉണ്ടായ മനസ്സാ ചിതാഭസ്മത്തിൽ എവിടെയെങ്കിലും ഭാവിയിൽ ഏതെങ്കിലും ഒരു സയൻസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ചിതാഭസ്മത്തിന് എന്ത് അവശിഷ്ടങ്ങളിൽ നിന്നും മനസ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ ആ മനസ്സിങ്ങനെ പറഞ്ഞിരിക്കാം, ഈ കാണിച്ചത് ശരിയായില്ല, എൻ്റെ ചിതാഭസ്മം നദിയിൽ ഹിന്ദുക്കൾ ഒഴുക്കുന്നത് പോലെ ഒഴുക്കിയത് ശരിയായില്ല, റോങ് ആയിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു ചിന്തയിലാണ് അത് എഴുതിയത്. നഗ്നകവിത എന്ന് പറഞ്ഞാൽ സങ്കടത്തിൽ നിന്നുണ്ടാകുന്നതാണ്. പക്ഷേ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ ലോകം എന്നുള്ള ദുഃഖമാണ് നഗ്നകവിതയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ മുള്ളിൻ്റെ ചെരുപ്പിട്ട് നടക്കുന്നുള്ളൊരു കാര്യമാണ് നഗ്നകവിത. സന്തോഷത്തിൽ നിന്നുണ്ടായതല്ല, ഹാസ്യ കവിതയല്ല, ഇതിനകത്ത് വന്ന് പെട്ടുപോകുന്നതാണ് ഇതിൻ്റെ നർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പർപ്പസായിട്ട് അതിനകത്ത് ഹാസ്യം ഉപയോഗിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഈ പല സന്ദർഭങ്ങളിൽ നമ്മൾ രാമായണത്തെയും ഗീതയെയും മഹാഭാരതത്തെയും ഇതിഹാസങ്ങളൊക്കെയും പുരാണങ്ങളെയും ഒക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു പേഴ്സ്പെക്റ്റീവ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു വായന ചെയ്യുന്നതാണ്. ഇപ്പോൾ ശിവാജി സാമന്ത് കർണ എഴുതുമ്പോൾ, MD രണ്ടാമൂഴ എഴുതുമ്പോൾ, സാറാ ജോസഫ് ഊരുകാവൽ എഴുതുമ്പോഴൊക്കെ പേഴ്സ്പെക്റ്റീവ്സ് പുതിയ കാലഘട്ടത്തിൻ്റെ പ്രോഗ്രസീവ്നെസ്സിനെ അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അത് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ഗീത വായിക്കേണ്ടതില്ല എന്നാണ് കുരിപ്പുഴ ശ്രീകുമാർ എപ്പോഴും പറയുന്നത്. ഇത് നമ്മളൊരു പുതിയ കാലത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ വായിച്ച് മനസ്സിലാക്കിയാൽ പോരെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഏത് കാലത്ത് വായിച്ചാലും യുദ്ധത്തെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, യുദ്ധത്തിന് വേണ്ടി എഴുതിയ പുസ്തകമല്ലേ അത്. സമാധാന യുദ്ധം എന്നല്ലല്ലോ മഹാഭാരതം പറയുന്നത്. ഞാൻ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരതം ഒന്നിലധികം തവണ വായിച്ച് നോട്ട് എഴുതിയെടുത്തുള്ള ഒരാളാണ്. മഹാഭാരതത്തിലെ 800ഓളം കഥാപാത്രങ്ങളെ ചെറിയ ചെറിയ വരികളാക്കിയിട്ട് ഒരു പുസ്തകം തന്നെ ആക്കിയിട്ടുണ്ട്, മഹാഭാരതം വ്യാസൻ്റെ സസ്യശാല എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് യുദ്ധവിരുദ്ധമായിട്ടുള്ളൊരു നിലപാടാണ് ആ പുസ്തകത്തിലുടനീളം ഉള്ളത്. പിന്നെ ഗാന്ധാരിയെക്കുറിച്ച് കവിതയ്ക്കകത്ത് പറയുന്ന ചെറിയ കവിതകളാണ്. അമ്മ 101 മക്കൾ, ഭാര്യ ഭർത്താവ് രാജ്യാധികാരി, കണ്ണഴിക്കേണ്ടായിരുന്നെന്ന് തോന്നുന്നു, കണ്ണിൽ നിറച്ചും ശവങ്ങൾ. ഇങ്ങനെയാണ്. അപ്പോൾ ഈ ശവം ഉൽപ്പാദനം വേണമെങ്കിൽ ഭഗവത്ഗീത വേണം. ശവോൽപാദനം വേണ്ടായോ? സമാധാനം വേണോ? ഭഗവത്ഗീത മാറ്റി. ഞാൻ റമീല അധാപ്ര ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പാർത്ഥൻ്റെ തേര് തെളിച്ചത് ശ്രീകൃഷ്ണന് പകരം ബുദ്ധനായിരുന്നു എന്ന് സങ്കല്പിച്ച് നോക്കിയാൽ എങ്ങനെയായിരിക്കും റിസൾട്ട് എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ബുദ്ധനായിരുന്നെങ്കിൽ, ആ ബുദ്ധിസ്റ്റുകളൊക്കെ മാറിപ്പോയി, ശ്രീലങ്കയിൽ യുദ്ധം ശരണം ഗച്ഛാമി എന്ന് പറയുന്ന ബുദ്ധ ഭിക്ഷുക്കളെ നമ്മൾ ആ കവിത എന്തായിരുന്നു? ബുദ്ധൻ്റെ പല്ല്. ശ്രീലങ്ക ഇന്ത്യ ഇട്ട മുട്ട, ജാഫ്ന സിംഹളൻ്റെ പുകയില, ബുദ്ധൻ്റെ പല്ല് നോക്കി ഭിക്ഷുക്കൾ മന്ത്രിച്ചു, യുദ്ധം ശരണം ഗച്ഛാമി.
എങ്ങനെയാണ് അതൊക്കെ സഹിക്കുക? ഒരു കൊച്ചുകുട്ടിയെ, ബാലേന്ദ്രൻ എന്ന് പേരുള്ള ഒരു കൊച്ചുകുട്ടിയെ, ഈ പുലിപ്രഭാകരൻ്റെ മകനെ മുട്ടായി കൊടുത്തിട്ട് സന്തോഷിപ്പിച്ചൊരു അടുത്ത നിമിഷം വെടിവെച്ചു കൊല്ലുക. ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കുക? എത്രയോ കവികൾ, സ്ത്രീകളും പുരുഷന്മാരായിട്ടുള്ള എത്രയോ കവികളാണ് ശ്രീലങ്ക വിട്ട് പല സ്ഥലങ്ങളിലും പോയി, അന്യ രാജ്യങ്ങളിലെല്ലാം പോയി കവിത എഴുതുന്നത്, അവിടുത്തെ ജീവന സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട്. ഗൾഫിൽ ഒരിക്കൽ പോയ സമയത്ത് സിംഗപ്പൂരിൽ വെച്ച് ഒരു വീട്ടിൽ ഞാൻ താമസിച്ച വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു ശ്രീലങ്കക്കാരിയെ പരിചയപ്പെടാനിടയായി. അങ്ങനെ 1-2 ആളുകളെ എനിക്ക് പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട്. മീരായേന്ദ്രൻ്റെ പ്രസ്സിൽ പോയ സമയത്ത് ശിവഗംഗയിൽ അവിടെ വെച്ചും ഇങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടാറ് പരമസങ്കടമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന നോവലാണല്ലോ റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള നോവൽ. അതിനകത്ത് ഒരു കഥാപാത്രമുണ്ട് ഈ ആനന്ദി അവസാനം വരെ ഒരു വല്ലാത്ത സ്വഭാവമുള്ളൊരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അവർക്കൊരു എയിമുണ്ട്. അവരുടെ എയിം എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ്. അവരുടെ ഒരു അനുജൻ എവിടെയോ പോയിട്ടുണ്ട്, ഓസ്ട്രേലിയ ആ ഭാഗത്ത് എവിടെയോ പോയിരിക്കുകയാണ്. കണ്ടുപിടിക്കാൻ മാർഗ്ഗമൊന്നുമില്ല. രഹസ്യമായിട്ട് അവിടെ പോകാനുള്ള സംവിധാനമാണ് ഇപ്പം നിലവിലുള്ളത്. അങ്ങനെ ഇവർ പരമാവധി പണം കളക്ട് ചെയ്ത് അതിനുള്ള പൈസയെല്ലാം കടത്തുന്ന ആൾക്കാർക്കുള്ള പണമെല്ലാം സംഘടിപ്പിച്ച് കൊടുത്തിട്ട് ഈ ആനന്ദി തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ ചെന്നൈയിൽ നിന്ന് മുനമ്പത്ത് വന്ന് അവിടെ നിന്നൊരു കള്ള ബോട്ടിനകത്ത് കയറി പോകുന്നതായിട്ടാണ് നോവല്. 2 കഥാപാത്രങ്ങൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് മല്ലി എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ കഥാപാത്രവും ഒന്ന് ഈ ആനന്ദി എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ആനന്ദി നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ആനന്ദി 50ാം പതിപ്പാണ് ഈ ധർമ്മേൻ്റെ ഈ പുസ്തകത്തിന്. 50ാം അപ്പോൾ എത്ര പേര് വായിച്ചിട്ടുണ്ട്? 10,000 നല്ല വായിച്ചിട്ടുണ്ടല്ലോ. അവരുടെയൊക്കെ മനസ്സിലേക്ക് കടന്നില്ലെന്ന് പറഞ്ഞാൽ ശ്രീലങ്കയുടെ ഈ ചിത്രമാണ്. അല്ലാതെ മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കുന്നത് ശ്രീലങ്ക പുലിപ്രഭാകരൻ പോലുമല്ല, പുലിപ്രഭാകരൻ ചിത്രം പോലുമല്ല, ഈ മനുഷ്യൻ്റെ ചിത്രമാണ്. ഈ കൊടുത്തപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ അടുത്ത ഒരു 10-30 കിലോമീറ്റർ അപ്പുറത്ത്. അവിടെ സെറ്റിൽമെൻ്റ് ഉണ്ട്. അതായത് ഈ പിന്നെ ശ്രീലങ്കയിൽ നിന്ന് വന്ന അഭയാർത്ഥികൾ, ശ്രീലങ്കൻ അഭയാർത്ഥികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സിംഹളം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടക്കാരാണ്. അവരെ സമാധാനത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അവർ സമാധാനം കാംക്ഷിയില്ല, സമാധാനം ആഗ്രഹിച്ചില്ല. അവരുടെ ഒരു പ്രധാനമന്ത്രി തന്നെ അവർ വെടിവെച്ചില്ലല്ലോ, അവർ കുത്തിക്കില്ലയോ, അങ്ങനെ എന്തോ കൊലപ്പെടുത്തുകയായിരുന്നല്ലോ ബന്ധാരനായിക, പഴയ ബന്ധാരനായിക, സിനിമ ബന്ധാരനായിക മുമ്പുണ്ടായിരുന്ന ആളിനെ. അപ്പോൾ അത്രമാത്രം അക്രമാസക്തരായിപ്പോയി. ജപ്പാനിലെ 2ാം ലോക യുദ്ധത്തിൽ ജപ്പാനിലെ പിന്നെ ബുദ്ധിസ്റ്റുകളായിട്ടുള്ള പട്ടാളക്കാരെ നടത്തി ക്രൂരകൃത്യങ്ങൾ എന്നെ പിള്ളേരുടെ ജ്ഞാനം എന്നുള്ള പുസ്തകത്തിന് അത് വായിച്ചാൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ രീതിയിൽ ബുദ്ധമതം അധപ്പതിച്ചു പോയി. അപ്പോൾ ഇത് പറയേണ്ടി വരും ചിലപ്പോൾ. എല്ലാ മതങ്ങളും ഒരുപോലെ തന്നെയാണ്. ഏത് മതവും അതിൻ്റെ അടിസ്ഥാനം സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാകുന്നെങ്കിലും അത് കൂടുതൽ വഷളായിക്കൊണ്ടേ. അതോടൊപ്പം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ആനന്ദിൻ്റെ ഒരു കഥയിൽ പുതിയ കാലഘട്ടത്തിലെ മഹാബലി ഒരു ലീവ് കിട്ടുന്ന സമയത്ത് പ്രഹ്ലാദൻ മുതുമുത്തച്ഛനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ശ്രീലങ്കയുടെ മണ്ടയിൽ കൂടെയാണ് ഈ വിമാനം യാത്ര ചെയ്യുന്നത്. പണ്ട് ഈ ആ രാജ്യത്ത് യുദ്ധം നടന്നിരുന്നതെന്ന് പറഞ്ഞാൽ രാമരാവണ യുദ്ധം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ വേറെ ആൾക്കാർ പല പേരുകളിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പോൾ യുദ്ധം തുടരുകയാണ്. അപ്പം യുദ്ധം ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള പേരുകൾ പറയും. ഒരു സൈഡിൽ നമ്മൾ നന്മയുള്ളവരും മറു സൈഡിൽ നന്മയില്ലാത്തവരും എന്ന് പറയും. ഈ പറച്ചിൽ തുടരുന്നതാണ്. അതിനോരോ പുതിയ പ്രത്യയശാസ്ത്രങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. യുദ്ധം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇത് ഫിലോസഫിക്കലി ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിൽ കൈകാര്യം ചെയ്ത് മനുഷ്യൻ പൊക്കോണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സമാധാനം ഇല്ലാത്ത മനുഷ്യരുണ്ടാവുന്നത്? പക്ഷെ നമ്മുടെയൊക്കെ സോഫ്റ്റ്വെയറിൽ എപ്പോഴും സമാധാനം ഉള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് യുദ്ധങ്ങൾ തുടരുന്നത്? സാധാരണ മനുഷ്യന് യുദ്ധം ഇഷ്ടമല്ല. യുദ്ധം ചെയ്യുന്നത് എപ്പോഴും അധികാരമുള്ളവരാണ്. അതിനെ അവർ പ്രേരിപ്പിക്കുന്നതിന് അത് ഒരു പ്രധാനപ്പെട്ട ഘടകം റിലീജിയനാണ്, മതപരമായിട്ടുള്ള കാര്യം. ഇന്ത്യയെ ഒരു ശത്രു രാജ്യമായിട്ട് നിലനിർത്തുക എന്നുള്ളത് ഒരു പാകിസ്ഥാനിലെ സാധാരണ പൗരൻ്റെ ആഗ്രഹമോ ലക്ഷ്യമോ ഒന്നുമല്ല. പാകിസ്ഥാനിലെ ഭരണാധികാരിയുടെ ഒരു ആഗ്രഹമാണ്. പാകിസ്ഥാനെ ഒരു ശത്രു രാജ്യമായിട്ട് നിലനിർത്തുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണാധികാരിയുടെ ഒരു ആവശ്യമാണ്. അതിന് പറ്റിയ രീതിയിലുള്ള ഒരു അമിതമായിട്ടുള്ള രാജ്യസ്നേഹം എന്ന് പറയുന്നത് വ്യാജ രാജ്യസ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രാജ്യസ്നേഹം ലോകത്തുള്ളവരെല്ലാം മനുഷ്യരില്ല, ലോകത്തുള്ളവർക്കെല്ലാം ഒറ്റ ഹൃദയം മാത്രമേ ഉള്ളൂ. ശ്വാസകോശം, കിഡ്നി, ഇതെല്ലാം ഒന്ന് തന്നെയാണ്, വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണ്. ലോകമേ തറവാടെന്ന് പറയുന്നതാണ് ശരി. പക്ഷേ ഓരോ രാജ്യത്തും ഉണ്ടായി വരുന്ന അധികാര രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. ഒരു പട്ടാളക്കാരൻ്റെ മൃതശരീരം വീട്ടിൽ വന്നാൽ ഇന്ത്യയിലെ അമ്മയായാലും പാകിസ്ഥാനിലെ അമ്മയായാലും നിലവിളിക്കുന്നത് ഒരൊറ്റ മലയാളത്തിലാണ്. 2 ഭാഷ അവർക്കില്ല. അവരുടെ സ്വന്തം ഭാഷയിലുള്ള നിലവിളിയാണ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരമ്മയും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ചങ്ങമ്പുഴയുടെ ഒരു കവിതയുണ്ട്, അത് പട്ടാളക്കാരൻ്റെ ഭാര്യ പറയുന്നതാണ്. അതിനകത്ത് അവർ പറയുന്നത് പട്ടാളം ശമ്പളം കിട്ടും, പക്ഷെ പട്ടിണിയാണ് അതിൽ ഭേദം എന്നാണ്.
പട്ടാളം പൈസ കിട്ടിയും ഒരുപാട് റമ്മൊക്കെ കൊടുക്കുക കിട്ടുകയൊക്കെ ചെയ്യുമായിരിക്കും. കുതിരച്ചാരായം എല്ലാം കിട്ടുന്നൊരു പരിപാടിയാണ് പട്ടാളം നടന്നത്. പട്ടാളത്തെ ചാരായം കുടിപ്പിച്ചാണല്ലോ ഏത് ഗാന്ധിയനും ഭരണാധികാരി AK ആന്റണി പിന്നെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ചാരായ വിതരണത്തിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, അത് കൃത്യമാണ് പുള്ളി ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നത് അധികാരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് പിന്നെ പാകിസ്ഥാനിനെ നിങ്ങൾക്ക് പെങ്ങൾസ്ഥാൻ എന്ന് വിളിച്ചുകൂടാ? എന്തുകൊണ്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായിക്കൂടാ? എന്നേ ചൊടിച്ചു പിരിഞ്ഞ നേർപ്പെങ്ങളെ നിന്നെ എനിക്കൊന്ന് കാണാൻ കൊതി എന്ന് നമുക്ക് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? അവർക്കും എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? ഇന്ത്യയുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകണമെന്ന് അവർക്കൊന്നും ആലോചിച്ചുകൂടാ? ഭരണാധികാരികളുടെ പ്രശ്നമാണ്, സാധാരണക്കാരുടെ പ്രശ്നമല്ല. നെടുവങ്ങാട്ടുകാരനെ ഒരാൾ ഈ അരുണാചൽ പ്രദേശിൽ ബൗണ്ടറിയിൽ പട്ടാളക്കാരനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് ചൈനക്കാരാണ്, ഇപ്പുറത്ത് ഇന്ത്യൻ പട്ടാളമാണ്. പക്ഷേ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ പിരിഞ്ഞു പോയ സമയത്ത് ഈ ചൈനീസ് പട്ടാളക്കാരന് ഒരു വാച്ച്, അയാളുടെ കയ്യിൽ നിന്ന് വാച്ച് വഴി ഇന്ത്യൻ പട്ടാളക്കാരായിട്ട് കൊടുത്തത്. അങ്ങനെ അതുകൊണ്ടാണ് ഈ നെടുവങ്ങാട്ട് വന്നിട്ടുള്ളത്. ഇവർ തമ്മിൽ ഈ ശത്രുതയില്ല. ഒരു പട്ടാളക്കാരനും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഒരു പട്ടാളക്കാരൻ്റെ അമ്മയും ഒരു പട്ടാളക്കാരൻ്റെ കുടുംബവും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. യുദ്ധം ആഗ്രഹിക്കുന്നത് അധികാരികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ മുഴുവൻ യുദ്ധം ആഗ്രഹിക്കുന്നുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ജനങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, സമാധാനമാണ് അവർക്ക് വേണ്ടത്. അവർക്ക് പ്രണയിക്കണം, ആഹാരം കിട്ടണം, സ്വസ്ഥമായിട്ട് നല്ല കാറ്റൊക്കെ അനുഭവിച്ച് ജീവിക്കണം, പൂവ് കാണണം, മഴവില് കാണണം, കുഞ്ഞ് കാണണം, സ്നേഹം കാണണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടത്. ഇതിനെ തടയുന്നത് അധികാരം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഭരണാധികാരികളാണ്. അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, അവരതിനെ പരിചയമായിട്ട് ഉപയോഗിക്കുന്നത് റിലീജിയനാണ്. അതിലേക്ക് വരാനുണ്ട്. പക്ഷേ അതിന് മുമ്പ് പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ കുരുവിപ്പുഴയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്ക് സ്നേഹമാണ്. സ്നേഹം എന്ന വാക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടതും. മറ്റപ്പുറത്തെ എന്തുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് നമ്മൾ ആ സ്നേഹം എന്ന് പറയുന്ന വാക്കിനെ കൂടെ സ്നേഹിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുമ്പന്തി നിർത്തേണ്ടത്. ഇപ്പോൾ ജെസ്സി എഴുതുന്ന സമയത്ത് ജെസ്സിക്കകത്ത് മറ്റൊരു തരത്തിലുള്ളൊരു വിഷനുണ്ട്, ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, എങ്ങനെയാണ് പെണ്ണിനെ കാണേണ്ടത്, അതിനകത്തൊക്കെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഒരു സ്നേഹവും പ്രണയത്തെയൊക്കെ നമ്മൾ കൂട്ടുപിടിക്കുമ്പോൾ കുറച്ചുകൂടെ പൈങ്കിളി കവിതകളും കൂടെ നമുക്ക് വേണ്ടേ എന്നുള്ളതാണ്. ഒരു കവിത എങ്ങനെ ഉണ്ടായി വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിനതൊരു ആർജിത സംസ്കാരത്തിൻ്റെ പ്രശ്നമുണ്ട്. നമ്മൾ ആർജിക്കുന്ന ഒരു സംസ്കാരം അതിൻ്റെ രചനയുടെ പിന്നിലുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ വിചാരിച്ചാലും അങ്ങനെ വരുള്ളൂ. എനിക്കൊരു 15-16 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഈ ജാതി വ്യവസ്ഥ സമ്പൂർണ്ണമായിട്ട് പോയി. ജാതിബോധം പോയി, മതബോധം പോയി, ദൈവബോധം പോയി, ചെകുത്താൻ പോയി. ഞാൻ സയൻസിൻ്റെ ഒരാളായിട്ട് മാറി. അതെൻ്റെ ആർജിത സംസ്കാരമാണ്. അതുകൊണ്ട് ആദ്യകാല കവിത, ഇപ്പം എൻ്റെ ആദ്യകാല കവിതയായിട്ട് പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുള്ളത് 74 ഞാൻ എഴുതിയ വീണവിൽപ്പനക്കാരൻ എന്നുള്ള കവിതയാണ്. ഇപ്പോൾ 50 വർഷമാണ്. അപ്പോൾ ഈ 50 വർഷത്തിനിടയ്ക്ക് ഞാൻ എഴുതിയ ഏത് കവിത പരിശോധിച്ചാലും രജനീഷേ ദൈവത്തെയോ മതത്തെയോ ജാതിയെയോ വാഴ്ത്തുന്ന ഒരു വാക്കുപോലും ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ ആർജിത സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ ഏത് കടലിൽ കൊണ്ടുവന്നിട്ടാലും അങ്ങനെ നമ്മൾ പ്രതികരിക്കുകയുള്ളൂ. അതുകൊണ്ട് പൈങ്കിളി കവിതകൾ എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാനെഴുതിയ ഒരു പക്ഷേ പൈങ്കിളി ആയിരിക്കാം, എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് കൂടിയില്ല. പക്ഷേ ആർജിത സംസ്കാരം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ദിവസം പല്ലനയിൽ കേരള യൂണിവേഴ്സിറ്റി യൂണിയനിലെ സാഹിത്യ ക്യാമ്പ് പല്ലനയിൽ നടന്ന സമയത്ത് ആ നദി പല്ലനെ 6 ക്രോസ് ചെയ്ത സമയത്ത് കുമാരനാശൻ വീണ് മരിച്ചതിന് തൊട്ടിപ്പുറത്ത് വെള്ളം മുങ്ങി ഞാൻ ആ നദിയുടെ അടിയിൽ പോയതാണ്. ഞാൻ മുകളിലോട്ട് വന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ ഭാരവാഹികളാരും എന്നെ മുടി പിടിച്ച് രക്ഷപ്പെടുക. മരിച്ചേക്കൊന്ന് വിചാരിച്ച സമയത്ത് ഞാൻ ആൾക്കൂടി വിളിച്ചത് അമ്മ എന്നുള്ളൊരു വാക്കാണ്. എന്തുകൊണ്ട് ഞാൻ ദൈവമേ എന്ന് വിളിച്ചില്ല? അപ്പോൾ അതെൻ്റെ ആർജിത സംസ്കാരമാണ്. ഇത്രയും 10 കൗമാരത്തിൻ്റെ ആരംഭകാലം തൊട്ടേ ഞാൻ ഇത്തരം അന്ധവിശ്വാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പ്രതികരണം മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് വരുള്ളൂ. എൻ്റെ മനസ്സിനകത്ത് പൈങ്കിളി കാണും, പൈങ്കിളിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആ രീതിയിലുള്ള ഇതിനകത്തൊക്കെ വായിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. ഞാനതൊക്കെ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ സാധാരണഗതിയിലുള്ള കവികളൊക്കെ ഇത്തരം നമ്മൾ ലോക്കൽ എന്ന് വിളിക്കുന്ന സ്പേസുകളിൽ കാണാൻ പറ്റില്ല. പക്ഷേ കുരുവിപ്പുഴ എപ്പോഴും വിസിബിളാണ്. നമ്മൾ ഒരു ലോക്കലായിട്ടുള്ള ഒരു ഗ്രന്ഥശാലയുടെ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് കുരുവിപ്പുഴ കാണാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ. ഇത് ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണോ? ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അവിടെയൊക്കെ പോയല്ലേ ഞാൻ കവിത വായിക്കുന്നത്. അതിന്റെ ഫലം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാര്യം ഈ പിന്നെ സംഘപരിവാർ എന്നെ ആക്രമിച്ചില്ല. ഒരു വായനശാലയുടെ മുമ്പിൽ ഞാൻ വർത്തമാനം പറഞ്ഞപ്പോഴാണ് ആക്രമിക്കുന്നത്. അപ്പോൾ അത് എന്നെ അവിടെ കിട്ടുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ വേറൊരു കവി അവിടെ കിട്ടുന്നില്ലായിരിക്കാം. ഈ ചെറിയൊരു വായനശാല, അതിൻ്റെ മുമ്പിൽ കുറച്ച് ചെറിയൊരാൾക്കൂട്ടം, അവിടെ നിന്ന് വർത്തമാനം പറയേണ്ടെന്ന ആവശ്യമാണ് നമ്മളെ സംഘം. മനുഷ്യരെ അവരോടാണല്ലോ നമുക്ക് പറയാനുള്ളത്. അത്ര പേര് കേൾക്കുന്നു എന്നുള്ളത് എനിക്ക് ഒരിക്കലും വിഷയമല്ല. ഞാൻ രാത്രിയിൽ കടലിനെ നോക്കി കവിത വായിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് മുമ്പിൽ കടൽ മാത്രമേ ഉള്ളൂ. മഹാസമുദ്രം, അലയടിച്ച് വരുന്ന മഹാസമുദ്രം, തിരുവനന്തപുരത്തേക്ക് കവിത വായിച്ചിട്ടുണ്ട്.
കന്യാകുമാരിയിൽ എൻ്റെ സുഹൃത്തുക്കളുടെ പോയിട്ട് രാത്രിയിലിരുന്നിട്ട് കടലിൽ നോക്കിയിട്ട് കവിത വായിച്ചിട്ടുണ്ട്. ആ ആളെനിക്കൊരു വിഷയമേ അല്ല. അങ്ങനെ ആളുകളുണ്ടെങ്കിൽ തന്നെ നമ്മൾ കണ്ണാടിയിൽ നോക്കി എന്നെ നോക്കി കവിത വായിക്കുന്നു എന്നുള്ളൊരു കാര്യം അതിനകത്തുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഞാനങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അതായത് ചെറിയൊരു വായനശാല, അവിടെ മൈക്ക് ഉണ്ടാക്കണം, സ്റ്റേജ് ഉണ്ടാക്കണം, ഗസ്റ്റിനെ വിളിക്കാൻ പോകണം, അയാൾക്ക് വേണ്ട സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം, ജനങ്ങളെ സംഘടിപ്പിക്കണം, നോട്ടീസ് അടിക്കണം. ഇത്രയും കഷ്ടപ്പെട്ട അയാളുടെ ജീവിതത്തിലെ കുറേ ഭാഗം അതിനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട ഒരാൾ വായനശാലയുടെ മുമ്പിൽ കവിസമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ പോകണ്ടായോ? പോയില്ലേ എന്ത് തെറ്റല്ലേ? അത് പോകണം. തീർച്ചയായിട്ടും. അതേപോലെ തന്നെയാണ് വിമർശനം നടത്തുന്ന ഒരുപാട് കവിതകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മതവിമർശനത്തെ സംബന്ധിച്ച് ഒത്തിരി കവിതകളുണ്ട്. അതിൻ്റെ കവിതയുടെ പേര് ക്ഷേത്രപ്രവേശനം എന്നാണ്. വൈദ്യുതിയും മൈക്കും ബൾബും ഫോണും രസീത് ബുക്കിനുള്ള പേപ്പറും അച്ചടിയും ഷോർട്ട് സർക്യൂട്ട് ടിവിയും ഒളി ക്യാമറയും ബോർഡ് എഴുതാനുള്ള പെയിന്റും കണ്ടുപിടിച്ചത് അഹിന്ദുക്കൾ. ബോർഡ് നോക്കൂ, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. സത്യല്ലേ? ഇതല്ലേ വാസ്തവം? അമ്പലങ്ങളിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുക. അതെങ്ങനെ എഴുതി വയ്ക്കുക? ഈ പെയിന്റ് കൊണ്ട് എഴുതുമ്പോൾ ഓർക്കുന്നുണ്ട്, പെയിന്റ് ഹിന്ദുവിൻ്റെ പെയിന്റ് അല്ല, ഹിന്ദു അല്ല ഇത് കണ്ടുപിടിച്ചത്. ഈ ബ്രഷ് ഈ സംവിധാനം ഉണ്ടാക്കിയത് ഹിന്ദു അല്ല. പിന്നെന്താണ് അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? അഹിന്ദു അല്ലേ ഇത് കണ്ടുപിടിച്ചത്? തെറ്റായിട്ടുള്ള കാര്യമല്ലേ അത്? അവർ ചെയ്യുന്നതിനകത്തുള്ള വൈദ്യുതിയും മൈക്കും ബൾബും ഫോണും രസീത് ബുക്കിനുള്ള പേപ്പറും അച്ചടിയും ടിവിയും ഒളി ക്യാമറയും ബോർഡ് എഴുതാനുള്ള പെയിന്റും കണ്ടുപിടിച്ചത് അഹിന്ദുക്കൾ. ബോർഡ് നോക്കൂ, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. എന്തൊരു വിരോധാവസ്ഥയാണ്! എല്ലാവർക്കും പ്രവേശനം കൊടുക്കണം എവിടെയും. എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഈ മെക്കയിൽ ഒന്ന് പോകണമെന്നായിരുന്നു. അതിൽ കാര്യം വെച്ചാൽ മെക്ക ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. വെറും ഒരു ആത്മീയ സാന്നിധ്യമുള്ള ഒരു സ്ഥലം മാത്രമല്ല അത്. നമ്മൾ നബിയെക്കുറിച്ച് വായിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമുക്കത് കാണണമെന്ന് തോന്നും. ഞാൻ ഈ ജിദ്ദയിൽ പോയി എത്തിയിട്ട് ഈ മെക്കയിലേക്കുള്ള ആ വാതിൽ വരെ ചെന്ന് ഗേറ്റിൽ ചെന്ന് നിന്ന് എനിക്ക് അങ്ങോട്ട് കയറാൻ പോയില്ല. അവിടെ എഴുതിയിട്ടുണ്ട് മുസ്ലിങ്ങൾ പ്രവേശനം ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് മാത്രം, മറ്റുള്ളവർക്ക് വേറൊരു വഴിയാണ് കാണിച്ചത്. നരകത്തിലേക്കുള്ള വഴി എന്ന് അവർ പറയുന്നത്, അത് സ്വർഗത്തിലേക്കുള്ള വഴി. അത് ഒരു ശരിയുള്ളൊരു കാര്യമല്ല. ആർക്കും എവിടെയും പ്രവേശിക്കാൻ സാധിക്കണം. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ സാധിക്കണമെന്ന് പറയുന്നത് പോലെ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്ന സ്ത്രീകൾക്ക് വെറുതെ ഗുണവുമില്ല. പക്ഷേ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നമ്മൾ തടയാൻ പാടില്ല, കൗതുകങ്ങൾ നമ്മൾ തടയാൻ പാടില്ല. അവിടെ നിന്ന് എന്താണ് കാണാൻ കഴിയുന്നത് അതൊക്കെ നമ്മൾ പൊന്നമ്പലം വീട്ടിൽ പോകാൻ എല്ലാവരെയും അനുവദിക്കണം. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും പോകാനുള്ള അനുവാദം ഉണ്ടായിരിക്കണം. അല്ല, ആ വിശ്വാസത്തെ പിന്തുടർന്ന് പോകാമെന്നാണ് അവരുടെയൊക്കെ ഒരു അതുപോലെ അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ പേരിലായിരിക്കുന്നത് പോകുന്നത്. ചരിത്രവും വിശ്വാസവും തമ്മിൽ ബന്ധമില്ലല്ലോ. ഇപ്പോൾ ചുമ്മാറി ചൂണ്ടലിനെ കുറിച്ച് കൃഷ്ണനാരായണ നമ്പൂതിരി ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ചുമ്മാറി ചൂണ്ടൽ ചരിത്ര ഇതുപോലുള്ള അന്വേഷണങ്ങൾ, മിത്തോളജിയെക്കുറിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിരുന്ന ഒരാളാണ്. പുള്ളി ഗുരുവായൂർ അമ്പലത്തിനകത്ത് കയറി. ഇന്നത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കയറിയപ്പോൾ അത് തന്നെ ശിഷ്യൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞാൽ ഇദ്ദേഹം ഹിന്ദു അല്ല, അത് കാരണം അങ്ങനെ പുറത്താക്കി അവിടെ ശുദ്ധിദർശനം നടത്താനുള്ള പൈസ ഈടാക്കി എല്ലാം ചെയ്തു. കൃഷ്ണനാരായണ നമ്പൂതിരി സാർ എന്നോട് പറഞ്ഞത്, പുള്ളി ഈ ആര്യസമാജത്തിൽ ചെന്നിട്ട് ഹിന്ദുവായിട്ടൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കൈ വെച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റ് ബാഗിൽ വെച്ചിട്ടാണ് പിന്നീട് ഗുരുവായൂർ പോയത്. അപ്പോൾ ആരെങ്കിലും പിടിക്കാൻ തന്നെ ഇതെടുത്ത് കാണിക്കാം. ആക്ച്വലി പുള്ളി ചുമ്മാറിയോണ്ട് തന്നെയാണ്. ഇത്രയുള്ളൂ ഇതിനകത്ത് അർത്ഥം. മതം എന്ന് പറഞ്ഞാൽ അത് ഇത്രയും അതിൻ്റെ അർത്ഥമുള്ളൂ. വേറെ എന്ത് വിശ്വാസം? ഈ ഭക്തിഗാനങ്ങളിൽ ഇപ്പോൾ ദാസേട്ടൻ്റെ പാട്ടുകൾ ഏറ്റവും ബെസ്റ്റാണ്. പുള്ളിക്ക് ഈ പറയുന്ന ഇടങ്ങളിലൊക്കെ കയറാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും സാധ്യമാവാത്തൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഇതിനകത്തൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത്, ആ കാര്യത്തെ മനുഷ്യർ അട്ടിമറിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്, ഇല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മളത് വായിക്കേണ്ടത്? എന്തായാലും ദൈവത്തിനകത്ത് പങ്കൊന്നുമില്ല. ദൈവം എന്നൊരു സങ്കല്പമല്ലേ. ദൈവത്തിന് യേശുദാസല്ല, അവിടെ പട്ടിയും പൂച്ചയും എല്ലാം കയറുന്നത് യേശുദാസ് കയറിയത് കുഴപ്പമെന്നാണ് ഒരു വിഷയമേ അല്ല. മനുഷ്യനുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. മനുഷ്യൻ്റെ മനസ്സിൽ മനുഷ്യരെല്ലാം ഒന്നല്ല, മനുഷ്യർ വേറെയാണ് എന്നുള്ള ഒരു വിഭാഗീയത ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും യേശുദാസിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറി അദ്ദേഹത്തിന് അതിനകത്ത് കയറി കാണുന്നത്. യേശുദാസിന് കയറാൻ പറ്റില്ല. പൂക്കാസയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന പിന്നെ യു.എ. ഖാദറിന് കയറാൻ പറ്റിയിട്ടില്ല. ചെമ്മന ചാക്കോയ്ക്ക് കയറാൻ പറ്റിയിട്ടില്ല. അവിശ്വാസിയായ എന്നെ ഒരു പക്ഷേ കയറ്റി തരുന്നില്ല. അതൊക്കെ സങ്കുചിത മനസ്സാണ്. അങ്ങനെയൊന്നും ആകരുത്. അപ്പോൾ കൃഷ്ണാട്ടം കാണാൻ എന്താണ് മാർഗം? കൃഷ്ണാട്ടം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ മാത്രമേ ഉള്ളൂ. രാമനാട്ടത്തിന് മുമ്പേ, കഥകളിക്ക് മുമ്പേ ഉണ്ടായൊരു കലാരൂപമാണ്. ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയേ കാണാൻ പറ്റുള്ളൂ. ഗുരുവായൂർ അമ്പലത്തിൽ വേറെ ആർക്കും പ്രവേശനമില്ല. എങ്ങനെയാണ്? അതൊക്കെ സങ്കുചിതമായ കാര്യങ്ങളാണ്. എല്ലാ വാതായനങ്ങളും, ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലെയും വാതായനങ്ങൾ എല്ലാവർക്കും തുറന്നു കൊടുക്കണം. കേരളത്തിലുണ്ട് ഇങ്ങനെയുള്ള വേറെ. പിന്നെ ഇപ്പോൾ പൊയ്യലപ്പച്ചൻ്റെ വീട് കാണാൻ എല്ലാവർക്കും സാധിക്കില്ല.
PRDS അംഗങ്ങൾക്ക് മാത്രമേ അതിനകത്ത് പ്രവേശനമുള്ളൂ. നമ്മളൊക്കെ PLFസിന് എത്ര ആരാധനയോടെയാണ് കാണുന്നത്. അത് തന്നെ സാമൂഹിക പരിഷ്കരണ പരിശ്രമങ്ങൾ. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഞാൻ ജാഥ നടത്തിയിരുന്നല്ലോ, മതാതീത സാംസ്കാരിക യാത്ര എന്ന് പറഞ്ഞിട്ട്. അന്ന് ഈ PLFസിൻ്റെ പാട്ടുകൾ, ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്ന പാട്ടുകളാണ് ഞാൻ എല്ലായിടും ചൊല്ലിയിരുന്നത്. PLFസിനെ കുറിച്ച് ഞാൻ നടത്തിയൊരു വർത്തമാനം യൂട്യൂബിൽ കിട്ടുകയും ചെയ്യും. പക്ഷേ അതിനുള്ളിൽ എനിക്ക് പ്രവേശനമില്ല. എനിക്കെന്നല്ല, ആ ഒരു വിശ്വാസധാരയിൽ പോകാത്ത, നേരത്തെ രജനീഷ് പറഞ്ഞാണ്, ആ ഒരു വിശ്വാസധാരയിൽ എത്താത്ത ആർക്കും പ്രവേശനമില്ല. അപ്പോൾ ആ വിശ്വാസധാരയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം മക്കയിൽ പോകണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ആവണം, ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ PRS കയറണം, ഗുരുവായി കയറണമെന്നുണ്ടെങ്കിൽ ഹിന്ദു മതത്തിൽ കയറണം. ഒരു മനുഷ്യനെ എത്ര മാറണമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈശ്വരവിശ്വാസത്തെക്കുറിച്ചുള്ളൊരു സംഗതി എഴുതിയത്, ഈശ്വര ഇന്ന് കണക്ക് മാഷ് അവധിയായിരിക്കണേ, കണക്ക് മാഷ് വന്നു വഴക്കും കിട്ടി, ഈശ്വരന് അവധിയായിരുന്നു. ഈശ്വരൻ അവധിയിലായിരുന്നു. ആ പ്രാർത്ഥന കൊണ്ട് ഫലമില്ല, പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഫലമില്ല. അങ്ങനെയാണെങ്കിൽ കോവിഡ് വരുത്തില്ലല്ലോ. കോവിഡ് കാലത്ത് അതിന് തൊട്ട് മുമ്പേ എല്ലാവരും പ്രാർത്ഥിച്ചില്ലേ. കോവിഡ് കാലത്ത് നമ്മുടെ അമ്പലങ്ങളെല്ലാം അടച്ചിട്ടിരുന്നു. പ്രാർത്ഥന കൊണ്ട് കോവിഡ് മാറ്റുവാനെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്നു. ദൈവീക ശുശ്രൂഷക്കാർ അവരെവിടെ പോയി? ആ സമയത്ത് ആരെയും കണ്ടില്ല. റോഡിലെങ്ങും ഒരു മനുഷ്യനെയും കണ്ടില്ലല്ലോ. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുന്നത് ആരെയും കണ്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ രസം പ്രാർത്ഥന കൊണ്ടൊരു ഫലവുമില്ല. കണക്ക് മാഷ് വരല്ലേ എന്ന് ആ കുട്ടി പ്രാർത്ഥിച്ചത് വളരെ ആത്മാർത്ഥമായിട്ടാണ്. പക്ഷേ കണക്ക് മാഷ് വന്നു, ഈ കുട്ടിക്ക് അടിയും കിട്ടി. അപ്പം കുട്ടി വിചാരിക്കുന്നത് എന്താണ്, എന്നാൽ പിന്നെ ഈശ്വരൻ അവധിയിലായിരുന്നിരിക്കാം. ഈശ്വരൻ നിതാന്ത അവധിയിലാണ്. അതാ കുട്ടിക്ക് പിന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതാണ് ലോജിക്ക്. ഒരുപക്ഷെ കവിതയൊക്കെ തുടങ്ങുന്നത് ഒരു ചെറുപ്പത്തിൽ തന്നെ 6 വയസ്സിലോ മറ്റോ കവിത എഴുതി തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുയിലിനെ കുറിച്ചുള്ള കവിതയായിരുന്നു. പിന്നീട് പ്രായപൂർത്തിയായതിനു ശേഷം ചില കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നു. അങ്ങനെയാണ് ഒരു നിരീശ്വരനാവാം എന്ന് മനസ്സിലാക്കുന്നത്. ഒരു ചാർവാകൻ എന്ന് പറയുന്നത് ഒരു തുടക്കക്കാരനാണ്, അല്ലെങ്കിൽ നിരീശ്വരവാദത്തിന്റെ തുടക്കമായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ ചാർവാകനെയാണ്. ഇതിനപ്പുറത്തേക്ക് ഇന്ന് പല സംഘടനകളും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ചാർവാക ദർശനത്തെ തന്നെ ഫോക്കസ് ചെയ്താണോ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്? ചാർവാക ദർശനം നല്ല ബേസാണ്. അതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പോൾ ചാർവാക വിപ്രന്മാരെന്നാണല്ലോ രാമായണത്തിൽ പറയുന്നത്. വിപ്രന്മാരല്ലാത്തവരും ചാർവാക ദർശനത്തിൽ ഉണ്ട്. അത് കാരണം അങ്ങനെ അതിനകത്തുനിന്ന് മാറ്റങ്ങളുണ്ടാവാം. അവർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെങ്കിലും ഈ നമ്മളിപ്പോഴും ആലോചിച്ച് നോക്കിയാൽ അവർ മനസ്സിലാക്കിയത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള. ഇപ്പം പഞ്ചഭൂതങ്ങളിൽ ആകാശം അവർ അംഗീകരിക്കുന്നില്ല. മണ്ണ് ശരിയാണ്, അഗ്നി ശരിയാണ്, ജലം ശരിയാണ്, വായു ശരിയാണ്, ആകാശം ശരിയല്ല. ആകാശം ഇല്ല, നമ്മൾക്കൊരു തോന്നലാണ് ഈ ആകാശം എന്ന് പറയുന്നത്. അതുകൊണ്ട് അന്ന് എനിക്ക് മനസ്സിലായി. മഹാഭാരതം എഴുതുന്ന വ്യാസമഹർഷി ജീവിച്ചതിന് മുമ്പേ ഉണ്ടായിരുന്നവരാണല്ലോ ചാർവാകന്മാർ. വ്യാസൻ്റെ ഒരു ക്യാരക്ടർ അതിനകത്ത് ചാർവാകൻ മഹാഭാരതത്തിലെ കൊച്ചു ക്യാരക്ടറാണ്. അതിന് മുമ്പേ ഉള്ളതാണ് ആ ദർശനം ബുദ്ധദർശനത്തിലുണ്ട്. കാർൽ മാർക്സിൽ കാണാൻ പറ്റും. എവിടെയും ഇത് ഈ സമാധാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയതയ്ക്ക് വേണ്ടിയിട്ടോ നടത്തിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലും ഈ ചാർവാക ദർശനം പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രധാനപ്പെട്ട ദർശനമാണ്. നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു യുക്തിവാദ പ്രസ്ഥാനങ്ങളോ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ അതിനെ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ സ്വതന്ത്ര ചിന്തകരെന്നാണ് ഇന്നത്തെ വാക്ക്. ഒരു സ്വതന്ത്ര ചിന്തകരുടെ പലതരത്തിലുള്ള കൂട്ടായ്മകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ കൂട്ടായ്മകൾ ചിലപ്പോൾ ഒരു ഗോത്രീയത കാണിക്കും എന്നുള്ളൊരു വിമർശനം ചിലപ്പോഴൊക്കെ നേരിടുന്നുണ്ട്. പക്ഷേ കൂട്ടായ്മ ഉണ്ടാക്കേണ്ടത് ഒരു കാലത്തിൻ്റെ ആവശ്യമാണ്. ഇങ്ങനെയൊക്കെയാണ് എക്സിസ്റ്റ് ചെയ്ത് പോകുന്നത്. എല്ലാവരും അങ്ങനെ സംഘടിച്ചാണ് പോകുന്നത്. സംഘടനകൾക്കപ്പുറത്തേക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു പഴയ കാലഘട്ടത്തിൻ്റെ ഊർജം ഇല്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ഹൈപ്പിലേക്ക് പോയെന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ രവിചന്ദ്രൻ സിയെ പോലുള്ള ആൾക്കാർ, വിശ്വനാഥൻ സാറിനെ പോലുള്ള ആൾക്കാർ, ജബ്ബാർ മാഷിനെ പോലുള്ള ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് പേര് പലതരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ചിലപ്പോഴൊക്കെ ഇവരെല്ലാവരും യോജിച്ച് നിന്നൊരു സംവിധാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് പിൽക്കാലഘട്ടത്തിൽ അത് മാറിപ്പോയിട്ടുണ്ട്. ഇത്തരം സീനൊക്കെ ആലോചിക്കുന്നുണ്ടാവുമല്ലോ. എന്തായാലും ഇത്തരം കൂട്ടായ്മകളിൽ പലതിലും പ്രസംഗിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും എങ്ങനെയാണ് കുരിപ്പുഴ ശ്രീകുമാർ ഈ സീനിനെ നോക്കിക്കാണുന്നതെന്ന് അറിയാൻ എനിക്ക് താല്പര്യം. ഞാൻ ഈ സംഘടനയിലെ ഉള്ള ഒരാളല്ല, ഒരു സംഘടനയിലുള്ള ആളല്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലെ യുക്തിബോധമുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും സംഘടനയിൽ ഇല്ലാത്തവരാണ്, സംഘടനയ്ക്ക് പുറത്തുള്ളവരാണ്. ഒന്നിൽ അവർ കുറേ ആൾ CPMലുണ്ട്. വളരെയധികം ആളുകൾ CPM വ്യക്തിപരമായിട്ട് ഈ ശുദ്ധി സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഭൗതികത ആണ് ശരിയെന്ന് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് തന്നെ അനുസരിച്ച് മുന്നോട്ട് വന്ന ആൾക്കാർ ഇപ്പോഴുണ്ട്. ഈ നമ്മുടെ മുഖ്യമന്ത്രിമാരായിട്ടിരുന്ന EMS നമ്പൂതിരിപ്പാട്, അച്യുത മേനോന്, PK വാസുദേവൻ നായർ, EK നായനാർ, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, ഇവരാരും അമ്പലത്തിൽ വന്നവരല്ല. ക്ഷേത്രത്തിൽ പോയി തൊഴുത് രാവിലെ കരുണാകരൻ പോയി തൊഴുതുപോലെ ഇവരാരും അമ്പലത്തിൽ പോയി തൊഴുന്ന കക്ഷികളായിരുന്നില്ല. അപ്പോൾ ആ ഒരു കൾച്ചർ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരാരും യുക്തിവാസംഗത്തിലുള്ളവരല്ല, പുറത്തുള്ളവരാണ്.
CPM-ലും CPI-ലും കോൺഗ്രസിലും ഉണ്ട്. കുറേ യുക്തിവാദികൾ. കോൺഗ്രസിൻ്റെ പനമ്പിള്ളി യുക്തിവാദിയായിരുന്നു, C. കേശവൻ യുക്തിവാദിയായിരുന്നു, MA ജോൺ അടുത്ത കാലത്ത് അന്തരിച്ചു MA ജോൺ കഠിന യുക്തിവാദിയായിരുന്നു. പള്ളിയിലല്ല അദ്ദേഹത്തിൻ്റെ മൃതശരീരം അടക്കം ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുറ്റത്ത് തന്നെയാണ് അടക്കം ചെയ്തത്. അങ്ങനെയുള്ള കുറേ യുക്തിബോധമുള്ള ആൾക്കാർ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുണ്ട്. അപ്പോൾ ഈ യുക്തിവാദി സംഘങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ യുക്തിബോധമുള്ള ആൾക്കാർ, അതിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ യുക്തിവാദി സംഘത്തിനപ്പുറമുണ്ട്. ഇൻ്റർകാസ്റ്റ് മാരേജ് നടത്തിയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ 2 മന്ത്രിമാർ ഇൻ്റർ റിലീജിയസ് മാരേജ് നടത്തിയവരാണ്. MP രാജേഷും റിയാസ് ഇൻ്റർ റിലീജിയസ് മാരേജ് നടത്തിയവരാണ്. ഒരു MP A. റഹീം ഇൻ്റർ റിലീജിയസ് മാരേജ് നടത്തിയവരാണ്. അവർ കുട്ടികളെ സ്കൂളിൽ ചേർത്ത സമയത്ത്, എൻ്റെ കുട്ടികളെ സ്കൂളിൽ ചേർത്ത സമയത്തും എൻ്റെ പേരക്കുട്ടികളെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയ സമയത്തും ജാതി മതം വെച്ചിട്ടില്ല. ജാതി മതം വെച്ചിട്ടില്ലാത്തവർ ഒരു വലിയ സംഖ്യയുണ്ട്. ഇവരാരും ഒരു സംഘടനയിലുള്ളവരാവണമെന്നില്ല. ജാതി മതം വെക്കാത്ത കുട്ടികളിൽ SLCക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അവാർഡ് തന്നെയുണ്ട്. മതമില്ലാത്ത ജീവൻ അവാർഡ് എന്നുണ്ട് കേരളത്തിലുണ്ട്. അവരും സംഘടനയ്ക്കകത്തുള്ളവരാണെന്നില്ല. അതിനകത്ത് കഴിഞ്ഞ അവാർഡ് വെച്ച നിള എന്ന് പറയുന്ന കവിത എഴുതുന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ്റെ കവിയാണ് പത്മനാഭൻ കാവുമ്പായി എന്നുള്ള കവിയാണ്. യുക്തിവാദ സംഘത്തിലില്ല. അപ്പോൾ യുക്തിബോധമുള്ള ആൾക്കാർ അധികവും യുക്തിവാദ സംഘത്തിന് പുറത്താണ്, ഈ സംഘങ്ങൾക്ക് പുറത്താണ്. സംഘങ്ങൾക്ക് ചില കൂട്ടായ്മകൾ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കണം, മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്ന സമയത്ത് ചില സഹായങ്ങൾ ആവശ്യമുണ്ട്. ചെന്നാൽ ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ എൻ്റെ മദറിലെ മരിച്ച സമയത്ത് ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കുകയായിരുന്നു. നമ്മുടെ ആഗ്രഹം അനുസരിച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എടുക്കാനുള്ള തടസ്സങ്ങളുണ്ട്. അവിടെയുള്ള പിന്നെ അവിടുത്തെ മേധാവിക്ക് ഫോൺ ചെയ്താൽ അതിനകത്ത് നമ്മൾ കേൾക്കുന്ന ഓം നമഃ ശിവായ എന്നുള്ള ട്യൂണാണ്, ആ സംഗീതമാണ് കേൾക്കുന്നത്. അവർക്ക് എങ്ങനെ ഇത് ഈ ശവശരീരം ചുടുകാട്ടിക്കൊന്ന് ദഹിപ്പിച്ച് അതിൻ്റെ ഭസ്മം എടുത്താൽ മാത്രമേ ഈ ശിവനായിട്ട് നടക്കാൻ സാധിക്കുള്ളൂ. അത് കുട്ടികൾക്ക് പഠിക്കാനേ കൊടുത്താൽ ശരിയാവുന്ന എങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നവരായിരിക്കാം അവർ, പക്ഷേ അവിടെ തന്നെ ഇരിക്കുന്നവർ. അപ്പോൾ ഇതൊക്കെ സുഗമമാക്കണമെന്നുണ്ടെങ്കിൽ സംഘടനകൾ ആവശ്യമാണ്. പക്ഷേ ഭൂരിപക്ഷം യുക്തിബോധമുള്ള ആൾക്കാരും സംഘടനയ്ക്ക് പുറത്താണ്. ഒക്കെ നല്ലതാണ്. നമുക്ക് വേണ്ടുന്നൊരു യുക്തിബോധമാണ്. സംഘടനാബോധം നല്ലതാണ്. ഇത്തരം കാര്യങ്ങളെ സഹായിക്കാൻ സംഘടനാബോധം ഉണ്ടാകുന്നത് നല്ലതാണ്. വലിയ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് എൻ്റെ മനസ്സിൽ ചിലപ്പോഴൊക്കെ ചെറിയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഈ കവിതകൾ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കാറുണ്ട്. ഒരു ജന്മവും കൂടെ തന്നാൽ സ്വീകരിക്കുമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് വേണ്ട, ഇനി ഒരു SSLC അംഗവും കൂടി ഒരു കുട്ടിയോട് ചോദിച്ചു നോക്കും, ഒരിക്കൽ കൂടി SLC എഴുതാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഒരിക്കലും ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിർബന്ധപൂർവ്വം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത് മാഷന്മാർക്ക് ശരിക്ക് കാര്യങ്ങൾ അറിയത്തില്ല. ആ രീതിയിൽ സൗന്ദര്യാത്മകമായി പഠിപ്പിക്കാനുള്ള പരിശീലനം അവർക്ക് കിട്ടുന്നതുമില്ല. പക്ഷെ പുതിയ തലമുറയിൽ അധ്യാപകർ കോളേജ് ലൈഫൊക്കെ പുതിയ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കടമ്പനിട്ടയുടെയും നല്ല അയ്യപ്പണിയുടെയും കവിതയൊക്കെ കേട്ട് വളർന്നു വന്നൊരു സമൂഹമുണ്ട്. അവർ ഒരുപാട് അധ്യാപകരായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പിന്നെ MG യൂണിവേഴ്സിറ്റിയിൽ അജു നാരായണൻ ബുദ്ധമതത്തെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തിട്ടുള്ള പുതിയ കാവ്യധാരകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരാളാണ്, പബ്ലിക്കേഷൻ ഡയറക്ടറാണ്. അപ്പോൾ അവിടുത്തെ പിന്നെ സിലബസിനകത്ത് ആ വ്യത്യാസമുണ്ട്. പഴയ ചെറുശ്ശേരി എല്ലാം ഇവിടെ പഠിപ്പിക്കുന്നത്, പഴയ എഴുത്തച്ഛനെ എല്ലാം ഇവിടെ പഠിപ്പിക്കുന്നത്, പൂന്താനത്തെ എല്ലാം ഇവിടെ പഠിപ്പിക്കുന്നത്. പുതിയ പുതിയ മാറ്റങ്ങൾ മലയാള കവിതയിൽ ഉണ്ടായതെല്ലാം MG യൂണിവേഴ്സിറ്റിയിൽ കാണാം, കേരള യൂണിവേഴ്സിറ്റി കാണാം, കണ്ണൂർ യൂണിവേഴ്സിറ്റി കാണാം. അത് പിന്നെ ധനുജകുമാരി എന്ന പേരുള്ള ഒരു ആക്രസാധനങ്ങൾ പറക്കി ശുചിയാക്കുന്ന ഒരു ശുചീകരണ തൊഴിലാളിയുടെ ജീവിതകഥ പഠിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ആ നെല്ലുമരം പുല്ലാണെന്നുള്ള പുസ്തകം പഠിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മാറുകയാണ്. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിലബസിൽ വ്യത്യാസം ഉണ്ടാവണം. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, അത് പഠിക്കാൻ നമുക്ക് പോകാൻ പറ്റില്ല. അധ്യാപകർക്ക് ആ പരിശീലനം പണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ആദ്യത്തെ ദുസ്വപ്നം നടന്നത് എന്നെ പൈതഗോറസ് പിടിക്കാൻ വരുന്നതായിട്ടാണ്, ആക്രമിക്കാൻ വരുന്നതായിട്ടാണ്. ഞാൻ സ്കൂളിൻ്റെ മുറ്റത്തിൽ നിന്ന് ഗോലി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈകുന്നേരത്ത്. അപ്പോൾ ഏതാണ്ട് ശബ്ദം കേട്ട് പുറന്നോട്ട് നോക്കിയപ്പോൾ ആജാനുബാഹുമായ ഒരാൾ, മെഴുതിരിയുടെ നിറം, അയാൾ എന്നെ പിടിക്കാനായിട്ട് ഇങ്ങനെ വരിക. ഞാൻ കാലിനെ കണ്ടാൽ മനസ്സിലായില്ല പൈതഗോറസ്. ഓട്ടോ ഓടിയാണ് അവിടുന്ന് ഓടി കായലിൽ ലാസ്റ്റ് പിടിക്കാനായിരിക്കും അവിടെ ഓടി എങ്ങനെയെങ്കിലും ഞാൻ വീട്ടിൽ ചെന്നായിട്ടാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. പൈതഗോറസ് എനിക്ക് ഭയങ്കര ശത്രുതയായിരുന്നു. ഇയാളെന്തോ എനിക്ക് ഇപ്പോൾ ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ കണ്ടുപിടിച്ച് എനിക്കത് ഒട്ടും മനസ്സിലായിട്ടില്ല. ഈ എന്താ ത്രികോണങ്ങളുടെ എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്, അപ്പോൾ ആർക്കെന്താ പ്രത്യേകിച്ച് പറയാനില്ല, അല്ല ഇരിക്കുന്നത് എന്നൊക്കെ ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ സങ്കടം എന്ന് പറയുന്നത് പൈതഗോറസിനെ ഭയങ്കര വെറുത്തുപോയി. പക്ഷെ പിന്നീട് ഞാൻ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ജോലി ചെയ്യുന്ന സമയത്ത് പൈതഗോറസിനെ കുറിച്ചുള്ള ചില പുസ്തകങ്ങൾ വായിക്കാണ്ടായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ ഹോമറിൻ്റെ കവിതകൾ പഴയ ലയർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചിട്ട് ഈ പൈതഗോറസ് റോഡുകളിൽ നിന്ന് വായിച്ച് ചൊല്ലുമായിരുന്നു. കവിത വായിക്കുന്ന ഒരാളായിരുന്നു. കവിത
എന്നെപ്പോലെ കവിയല്ലെങ്കിലൊക്കെ പോയി കവിത വായിക്കുന്ന ഒരാളായിരുന്നു വൈദ്യവർസ്. ഇത് എന്നോട് പറഞ്ഞു തരാൻ എൻ്റെ ഹൈസ്കൂളിലെ ടീച്ചർക്ക് പറ്റിയിരുന്നുണ്ടെങ്കിൽ എനിക്ക് വൈദ്യവർസ് ദുസ്വപ്നം കാണുന്ന ഒരു കാര്യമില്ല. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ ഇനി ബാല്യകാലം പറ്റൂല, ബാല്യകാലം തന്നു പറഞ്ഞാൽ അയാൾ സ്വീകരിക്കില്ല. കാര്യം ഇനി SLC പരീക്ഷ വെക്കൂല. അതൊരു സ്വപ്നമാണെന്ന് ഉള്ളതാണ്. അതേപോലെ തന്നെ ഈ എഴുത്തച്ഛൻ ഉണ്ടായി, നമുക്ക് എഴുത്തമ്മ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഫെമിനിസ്റ്റ് ധാര കുറെ കൂടെ വളരുകയും ഇന്ന് കുറെ കൂടെ സ്വാതന്ത്ര്യബോധത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, മാറ്റം വരികയും ചെയ്യുന്നു. മാറ്റത്തിനനുസരിച്ച് നമ്മുടെ വീടുകളിലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രോഗ്രസീവ്നെസ്സിനെ എപ്പോഴും പ്രചരിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് കൂടെയാണ് എഴുത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് എഴുത്തിന് ഉപയോഗിക്കുന്നവരെ ഇന്ന് പക്ഷേ ഒരു അത്ര അംഗീകാരമില്ലാത്തൊരു സ്പേസിലാണ് കാണുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തെ അല്ല എഴുത്തിൽ ഉപയോഗിക്കേണ്ടത്. അത് പണ്ട് മുതലേ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. കലയ്ക്ക് വേണ്ടിയിട്ടാണോ അതേ സമൂഹത്തിന് വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു ചോദ്യം. ഏത് വകുപ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിൻ്റെ കാവ്യാത്മകത നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുന്നവരോട് എന്താണ് പറയാനുള്ളത്? സ്ത്രീകളുടെ മുന്നേറ്റം മലയാള കവിതയിലുണ്ടായി. അതിനവരെ സഹായിച്ചത് സയൻസാണ്, സരസ്വതി ദേവിയല്ല. സയൻസിനോടാണ് അവർക്ക് കടപ്പാടുണ്ടാകുന്നത്. സയൻസ് ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു. വീട്ടിൽ നിന്ന് എഴുതാൻ കഴിയാത്ത ബസ്സിൽ നിന്ന് എഴുതാൻ പറ്റി. ചൂണ്ടുവരൽ വെച്ച് മംഗ്ലീഷിൽ ഈ മൊബൈൽ ഫോണിനകത്ത് ടൈപ്പ് ചെയ്ത് കവിത അത് ഫേസ്ബുക്കിലോ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ പോസ്റ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് പറയാൻ പറ്റി. മലയാള കവിതയിൽ നിന്ന് ആധിപത്യം സ്ത്രീകൾക്കാണ്. പൊളിറ്റിക്കൽ രാഷ്ട്രീയ ജാഗ്രതയുള്ള കവിതകൾ, അവർക്ക് മാത്രം പറയാൻ കഴിയാവുന്ന കാര്യങ്ങൾ. ആ കവിത എഴുതിയത് കാരണം സമൂഹത്തിൻ്റെ വിലക്കിൽ നിൽക്കേണ്ടി വരുന്ന കവികൾ. ഇപ്പോൾ പുഷ്പ കുളവയൽ എന്ന് പറയുന്ന ഒരു കവി കാസർഗോട്ടുകാരിയാണ്. അവരുടെ ഒരു പുസ്തകത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പുറത്തായവൾ എന്നുള്ള അർത്ഥം വരുന്നൊരു ഇതാണ്. എന്ന് പറഞ്ഞാൽ തീണ്ടാരിയായവളെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പുസ്തകം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അമ്പലത്തിൻ്റെ ചടങ്ങിനോടനുബന്ധിച്ച് ഉത്സവത്തോടനുബന്ധിച്ച് പ്രകാശിപ്പിക്കാമെന്ന് വെച്ചിട്ട് ഈ പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാണ്, തീണ്ടാരിയായവളെ കുറിച്ചാണ് ഈ പുസ്തകം, ഈ കവിത, അതിനകത്തൊരു കവിതയുള്ളതുകൊണ്ട് അവിടെ നടത്താൻ സമ്മതിച്ചില്ല. പിന്നെ അവർ റോഡിൽ വെച്ച് വേറെ നടത്തുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറയാൻ ആർക്ക് പറ്റും? സ്ത്രീകൾക്കല്ലേ ശരിയായിട്ട് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ സ്ത്രീകൾ പറയുന്നു. വലിയ കാര്യമാണത്. ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നല്ല പറയേണ്ടത്, അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ പെണ്ണെഴുത്തെന്നുള്ള ഒരു നഗ്നകഥ ഉണ്ടല്ലോ, ഒരു എഴുത്തുകാരിയും ഭർത്താവും തമ്മിലുള്ള ഡയലോഗാണ്. ചേട്ടാ ഞാനിന്നൊരു ചെടി നട്ടു, അയാൾ തടം നനച്ചു. ചേട്ടാ ഞാൻ ഇന്ന് ഒരു പുതിയ കറി വെച്ചു, അയാൾ അത്താഴിച്ച് അഭിനന്ദിച്ചു. ചേട്ടാ ഞാനിന്നൊരു കഥ എഴുതി, അന്ന് ആ വീട്ടിൽ സ്റ്റൗ പൊട്ടിത്തെറിച്ചു. അത് സംഭവം. സ്ത്രീ എഴുതിയാൽ അച്ഛന് സഹിക്കാൻ പറ്റുന്നില്ല, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിന് സഹിക്കാൻ പറ്റുന്നില്ല, അമ്മായിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ആങ്ങളയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല, മകന് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാണ് പ്രശ്നം. പക്ഷേ അതിനെ ഓർക്കം ചെയ്തിരിക്കുന്നു നമ്മുടെ സ്ത്രീകൾ. വലിയ മാറ്റമാണത്. എഴുത്തമ്മമാരുണ്ടായി വന്നിരിക്കുന്നു. ഞാൻ അതിനെ അഭിവാദ്യം ചെയ്യുന്ന ഒരാളാണ്. കുരുവിപ്പുഴ ഒരു ഇൻട്രോവേർട്ടായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ വേദികളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീപ്പൊരി പ്രസംഗം നടത്തും, കാര്യങ്ങൾ കൃത്യമായി പറയും. അവിടുന്ന് ഒരുപക്ഷെ കയ്യടി വാങ്ങിക്കാൻ ഈ ഒരു വർത്തമാനത്തിന് കഴിയുന്നുണ്ട്. ചില സമയത്ത് പ്രതിഷേധങ്ങൾ പുറത്തു നിന്ന് ഏറ്റുവാങ്ങുന്നുണ്ട്. ഈ ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു സ്വഭാവം മൈക്കിന് മുന്നിലെത്തുമ്പോൾ മാറുന്നതാണോ, ഇല്ലെങ്കിൽ സാറിനെ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? ഞാനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഞാനിങ്ങനെയാണ് മാത്രമേ എനിക്കറിയുള്ളൂ. സത്യം പറയണമെന്നുള്ളൊരു താല്പര്യം എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരുപാട് തെറി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം യൂട്യൂബിലുള്ള എൻ്റെ വർത്തമാനത്തിന് താഴെ പച്ചത്തെറിയാണല്ലോ, സംഘപരിവാർ അത് എഴുതിയിരിക്കുന്നത് മുഴുവൻ പച്ചത്തെറിയാണ്. അതുകൊണ്ടാണ് ആർഷ ഭാരത സംസ്കാരത്തിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ മാത്രം എടുത്ത ആഭാസം എന്നുള്ള വാക്ക് കിട്ടും നമ്മൾ പറയുന്നത്. അത്രമാത്രം ആഭാസത ആയിട്ടാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. അതൊക്കെ ഉണ്ടാകും. ഞാനൊക്കെ എത്ര ചെറിയ കക്ഷികളാണ്. സൗവനയ്യപ്പൻ സയൻസ് ദശകഴിയ സൗവനയ്യപ്പൻ നേരിട്ടതേ. സൗവനയ്യപ്പൻ പന്തിബോധനം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയുന്ന ഒരു മീറ്റിംഗ് ചേന്നമംഗലത്ത് ചെയ്യുന്ന സമയത്ത് കത്തിയും കൊണ്ട് ആൾ കുത്താനായിട്ട് സ്റ്റേജിൽ ചെന്ന് കയറുക, പിടിച്ചു മാറ്റുക, ചാണകം പുരട്ടി പുള്ളിയുടെ ദേഹത്തോട്ട് എറിയത്. പിന്നെ ഈ പച്ചറുമ്പിൻ്റെ നീറിൻ്റെ കൂട് പൊട്ടിച്ച് തലയിൽ ഇടുമായിരുന്നു. കൊടുങ്ങല്ലൂരുടെ ഈ ഭരണിപ്പാട്ട് നിർത്തണം എന്ന് പറയുന്ന യാഥ നടത്തി ഈ മനുഷ്യൻ സൗവനയ്യപ്പൻ. ഈ നാളികേരം കരിക്ക് എടുത്ത് അങ്ങനത്തെ ദേഹത്തോട്ട് എറിയായിരുന്നു. ഇങ്ങനെയൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ. ഗൗരിലങ്കേഷിനെ വെടിയിച്ചു ഇല്ലായിരുന്നു. മഹാരാഷ്ട്രയിലെ യുക്തിബോധമുള്ള അദ്ദേഹത്തെ വെടിയിച്ചു. കൽബുർഗിക്ക് കർണാടക അതിന് മുമ്പേ ഉള്ള വെടിയിച്ചില്ല. നരേന്ദ്ര ദാബോൽക്കറെ വെടിയിച്ചില്ലായിരുന്നു. അവരൊക്കെ യുക്തിവാദികളായിരുന്നു. അതിലെ അത്തരം ആക്രമണങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. കുറേയേറെ സൈബർ ആക്രമണങ്ങളുണ്ടായിട്ടുണ്ട്, നേരിട്ടുള്ള ആക്രമണങ്ങളുണ്ടായിട്ടുണ്ട്. കാല് വെട്ടുന്നൊക്കെ നേരിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നിൻ്റെ എത്രാമത്തെ ഭാര്യയാടാന്നൊക്കെ
ഞാൻ എൻ്റെ കൂട്ടുകാരികളെ നിൽക്കുന്ന സമയത്ത് ഒരു ഗുണ്ടാവെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അതൊന്നും സാരമില്ല, അതൊക്കെയൊക്കെ നമുക്ക് മുമ്പേ പോയിട്ടുള്ള അനുഭവിച്ചതൊക്കെ ആലോചിച്ച് നോക്കി, ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്, വിഷയമല്ല. പക്ഷെ ഞാനത് പറഞ്ഞോണ്ടിരിക്കും, ഇനിയും പറഞ്ഞോണ്ടിരിക്കും. ഗീത നിരന്തരം വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ വായനയിൽ ആ പരിചയം എന്തായാലും ഗീതയെക്കുറിച്ചൊരു എക്സ്പീരിയൻസ് ആയി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇത് പോയി പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഗീത വായിക്കുന്ന, സ്ഥിരം വായിക്കുന്ന, ഇപ്പോൾ ചിദാനന്ദപുരി വായിക്കുന്നത് പോലെ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്കത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആൾക്കാരെ ആകർഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു പ്രാക്ടീസ് വേണ്ടി വരും. അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മളിതൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുമോ, ഇത് ഈ പ്രസൻറ്റബിലിറ്റിക്ക് വേണ്ടിയിട്ട്? ഇല്ലല്ല, വായനയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ വായിക്കുക, നമ്മുടെ മനസ്സിൽ പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് തുറന്ന് പറയുക, ഇതൊക്കെ ഇത്രയും മതിയെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് അതിന് പരിശീലനം മുഴുവൻ വേണ്ടുന്നത് ഒരു പുതിയ കവിതയ്ക്ക് വേണ്ടിയിട്ടാണ്. പുതിയ കവിത എങ്ങനെ എഴുതാം, ഏത് രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. മലയാളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള 2 ഈ നാടൻ കവിതകളുണ്ടല്ലോ. താരക പെണ്ണാളെ എന്ന് പറയുന്ന ഒരു കവിത, സത്യൻ കോമല്ലൂർ എന്ന് പറയുന്ന കവി എഴുതുക. വേറെ നല്ലത് അയ്യങ്കാളിയൊക്കെ സുള്ള കവിതയാണ്. വില്ലുവണ്ടി ഏറി വന്നത് ആരുടെ തരവോ എന്ന് പറയുന്ന കവിത, അത് ഗോപാൽജി വള്ളികുന്നം എന്ന് പറയുന്നൊരു കവി എഴുതിയതാണ്. അപ്പോൾ ഇത് കേരളത്തിലുടനീളം പാടി നടന്ന ഒരു പാട്ടുകാരനുണ്ട്, PS ബാനർജി എന്നാണ് പുള്ളിയുടെ പേര്. ബാനർജി കോവിഡ് കാലത്ത് മരിച്ചുപോയി. ബാനർജിയെക്കുറിച്ചൊരു കവിതയാണ്. അത് എങ്ങനെ എഴുതും? ബാനർജിയെക്കുറിച്ച് നമ്മുടെ കവിതയിൽ ഇന്നേ വരെ ഈ നാടൻ വായ്ത്താരികൾ പ്രവേശിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇത് നാടൻ പാട്ടുകാരനെ കുറിച്ചൊരു കവിത എഴുതുന്ന സമയത്ത് വായ്ത്താരി വേണ്ടുന്നതല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചിന്ത ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു പരിഹാരം നമ്മൾ കണ്ടെത്തണം. ഇത്തരം അന്വേഷണങ്ങളാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റേതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടായി വരുന്ന കാര്യങ്ങൾ. എൻ്റെ ബേസാണ്. ബേസിക് എന്ന് പറഞ്ഞാൽ ഞാൻ സൗന്ദര്യാധിഷ്ഠിത ഭൗതിക ബോധമുള്ള ഒരു ആളാണ്. വെറും ഭൗതിക ബോധമല്ല, എസ്തറ്റിക് സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു ഭൗതിക ബോധമാണ് കവിതയുടെ അടിസ്ഥാനത്തിൽ കരുതലാണ്. അതിൻ്റെ ബേസാണ്. നമ്മൾ ഇരിക്കുന്ന കസേര പോലെയാണ്. എന്നിട്ട് നമുക്ക് കവിതയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ബാനർജിയെക്കുറിച്ച് കവിത എങ്ങനെ എഴുതും? ഞാൻ ആലോചിച്ചത് ചുവപ്പ് പറയണം. ചുവപ്പ് എങ്ങനെ പറയും? അത് ഈ പുതിയ കേരളത്തെ ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കൃഷി രീതിയുണ്ട്, ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി. ഡ്രാഗൺ ഫ്രൂട്ടിന് 2 തരത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്. ഒന്നും വെള്ള, അത് മുറിച്ചാൽ വെള്ള കാണുന്നത്, മുറിച്ചാൽ ചുവപ്പ് കാണുന്നതായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്. ഇത് ആരംഭിക്കാൻ ഇരിക്കുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ടിനൊളിച്ചുവപ്പിൽ ബാനർജി പാട്ട്, ചീട്ടെടുക്കും തത്തച്ചുണ്ടിൽ ബാനർജി പാട്ട്, അമ്മ തുപ്പും വെറ്റേ മാനിൽ ബാനർജി പാട്ട്, ചെങ്കരിക്കിൽ കോവൽ പൂവിൽ ബാനർജി പാട്ട്, താകതൈ തക താകതൈ തക താകതൈ തകതോം, താകതൈ തക താകതൈ തക താകതൈ തകതോം. സാധാരണഗതിയിൽ ഈ താകതൈതകതോ എന്നുള്ള വായ്ത്തരി കവിതയായിട്ട് ഉപയോഗിക്കാറില്ല. പക്ഷെ ഇത് നാടൻപാട്ടുകാരനെ കുറിച്ചുള്ള കവിതയാണ്. അവിടെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ചിന്തയാണ്. ഈ ചിന്തയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമയം ഉപയോഗിക്കുന്നത്. മറ്റേത് സ്വാഭാവികമായിട്ടുണ്ടായി. അതെ അതെ അതെ. ഇതിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നത്, ഇപ്പോൾ മുരുകൻ കാട്ടാക്കട കവിത ചൊല്ലുമ്പോൾ നമ്മളത് കേട്ടിരിക്കും, നമ്മുടെ ഉള്ളിലേക്ക് അറിയാതെ തന്നെ അത് വരും. ഈ ചൊല്ലലൊരു കവിതയുടെ പബ്ലിസിറ്റിക്ക് വേണ്ട ഒരു മാർഗമാണ്. പബ്ലിസിറ്റിക്കല്ല, അത് പിന്നെ പണ്ട് നമുക്ക് ഈ അക്ഷരം ഇല്ലാത്തൊരു കാലത്ത് കവിത ഉണ്ടല്ലോ, അപ്പോൾ അത് എഴുതി വെച്ചിട്ടില്ല, ആളുകൾ കാണാതെ ചൊല്ലുമായിരുന്നു. പിന്നെ ഈ അക്ഷരം ഉണ്ടായ സമയത്ത് അക്ഷരം പഠിക്കരുതെന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്, ദളിത് സമൂഹത്തിൽപ്പെടുന്ന ആൾക്കാർ. അവരാണ് പ്രധാനപ്പെട്ട കവിതകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ണിയാർച്ചയുടെ പാട്ടായാലും ആരോഗ്യയുടെ പാട്ടായാലും ദീർഘങ്ങളായിട്ടുള്ള വടക്കൻ പാട്ടുകൾ, തെയ്യത്തിൻ്റെ തോറ്റങ്ങൾ, തെക്കൻ പാട്ടുകൾ, ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ദളിതരായിട്ടുള്ള മനുഷ്യരാണ്. അവർക്കും അത് എഴുതാൻ പറ്റിയിട്ടില്ല. അവർ കാണാതെ ചൊല്ലുകയായിരുന്നു, മനസ്സിനകത്ത് എഴുതി വെച്ചാൽ കാണാതെ ചൊല്ലുകയായിരുന്നു. അപ്പോൾ ഈ കാണാതെ ചൊല്ലുക അല്ലെങ്കിൽ ചൊല്ലി കേൾപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പുരാതനമായിട്ടുള്ള അക്ഷരം രൂപപ്പെട്ട് വരുന്നതിന് മുമ്പേ ഉള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് നമ്മുടെ നാടൻ പാട്ടുകളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ചൊല്ലൽ രീതി എന്ന് പറയുന്നത് പണ്ടേ ഉള്ളതാണ്. അതിൻ്റെ ഒരു ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കവികൾ ചൊല്ലുന്നത് മാത്രമേ ഉള്ളൂ. മുരുകനൊക്കെ അങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചൊല്ലുന്ന ആൾക്കാരാണ്. മുരുകൻ ചൊല്ലുന്ന നന്നായിട്ട് കവിതയിലും, CS രാജേഷ് നന്നായിട്ട് കവിതയിലും, ഗിരീഷ് പുലിയൂർ നന്നായിട്ട് കവിതയിലും, അങ്ങനെ കവിത ചൊല്ലുന്നവരുടെ ഒരു തലമുറയാണ്. നേരത്തെ കടമ്മനിട്ട രാമകൃഷ്ണൻ നന്നായിട്ട് കവിത എഴുതുമായിരുന്നു. അതിന് മുമ്പ് ഇപ്പോൾ കവികൾ തന്നെ എഴുതിയല്ല. ഇപ്പോൾ ചങ്ങമ്പുഴ കവിത എഴുതുന്നത് കേട്ടതിനെ കുറിച്ച് ഗുപ്തൻ നായർ പറഞ്ഞിട്ടുണ്ട്. ഗുപ്തൻ നായർ പേഴ്സണൽ വാർത്തകൾ എന്നോട് പറഞ്ഞുള്ളത്, ഒരു മനുഷ്യനത് കേട്ടോണ്ടിരിക്കത്തില്ലെന്നാണ്. അത്രമാത്രം അനാകർഷകമായിരുന്നു ചങ്ങമ്പുഴയുടെ കവിതയിലെന്നാണ് ഗുപ്തൻ നായർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് എന്ത് സംഗീതമുള്ളത്, ഗംഭീരമായ സംഗീതമല്ലേ. ആ സംഗീത സാന്നിധ്യം എല്ലാം രമണീയ ആണ് ആ കാലം എന്ന് MG കൊണ്ട് പറയുമ്പോൾ ഇതൊക്കെ രീതിയിൽ വ്യാപകമായില്ലേ. അപ്പോൾ കവി ചൊല്ലുന്നത് മാത്രമല്ല അതിന് സംഗീതം എന്ന് പറഞ്ഞാൽ, അല്ലാതെ തന്നെ ഉണ്ട്. പിന്നെ സംഗീതം അമിതമായുള്ള പ്രശ്നമുണ്ട്.
സംഗീതം അമിതമായാൽ ഇതിനകത്തൂടെ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ആശയം സമ്പൂർണ്ണമായിട്ട് മനുഷ്യൻ്റെ മനസ്സിലെത്തിയെന്ന് വരില്ല. അതിന് അയാളുടെ ഏകാഗ്രതയിലൊരു വായനയാണ്. അത് മുണ്ടിൻ്റെ കര പോലെ ആയിരിക്കണം സംഗീതം എന്ന് പറയുന്നത്. ഈ കരയങ്ങ് വളർന്ന് മുണ്ട് മുഴുവൻ അങ്ങായി പോയാൽ പിന്നെ നമുക്കിത് പുറത്ത് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല, വീട്ടിനകത്തൊക്കെ ഉപയോഗിക്കുന്നത്. അതേസമയം ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അത് കാണാൻ സുഖവും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ആയിരിക്കണം സംഗീതം എന്ന് എനിക്ക് തോന്നുന്നു. അമിതമായ സംഗീതം ആവശ്യമില്ല, ആശയത്തെ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള സംഗീതം ആവശ്യമില്ല, അല്ലാതുള്ള ഒരു സംഗീതം കവിതയ്ക്ക് നല്ലതാണ്. സാർ, ഇപ്പോൾ ഈ പുസ്തകം കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ കവിതകളിൽ ഈ നഗ്ന കവിതകളിൽ കൊടുത്തിരിക്കുന്ന 2 കവിത ഞാൻ തുടർച്ചയായിട്ട് വായിക്കാം. യുറീക്ക എന്ന് പറയുന്ന കവിത: ബാലികയെ ബലാത്സംഗം ചെയ്തവരിൽ 8 ഹിന്ദുക്കൾ, 6 മുസ്ലിങ്ങൾ, 4 ക്രിസ്ത്യാനികൾ. യുറീക്ക മതസൗഹാർദ്ദം എന്നാണ്. അതൊരു വിമർശനം. 2 മതപ്രസംഗം എന്ന് പറയുന്ന തൊട്ടടുത്ത കവിതയാണ്. കമ്പ്യൂട്ടർ അണച്ച് മിക്സിയിൽ നിന്ന് പകർന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പഴച്ചാർ നുണഞ്ഞ് യന്ത്രത്തിൽ തുന്നിയെടുത്ത കുപ്പായമിട്ട് ജീപ്പിൽ വന്നിറങ്ങിയ മതപ്രസംഗകൻ വൈദ്യുതി വിളക്കിന്റെ ചോട്ടിൽ മൈക്കിന് പിന്നിൽ നിന്ന് ശാസ്ത്രത്തിനെതിരെ സംസാരിച്ചു തുടങ്ങി. സത്യല്ലേ? സയൻസ് തെറ്റാണെന്നാണ് അവർ പറയുന്നത്. അതെ, എന്തൊരു മണ്ടത്തിലാണ് പറയുന്നത്. അതായത് ആദ്യമേ പ്രപഞ്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടായി, ഇരുട്ടുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ടുണ്ടായി, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വെളിച്ചം ഉണ്ടായി, സൂര്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ സൂര്യനുണ്ടായി. അതെങ്ങനെയാ ഇപ്പോൾ? സൂര്യനല്ലേ ആദ്യം ഉണ്ടാകേണ്ടത്. സൂര്യൻ ഉണ്ടായതിനു ശേഷമല്ലേ പിന്നെ ഇരുട്ടും വെളിച്ചം ഉണ്ടാവുള്ളൂ. അപ്പം അതുപോലും അറിയാൻ വയ്യാത്ത പഴയ പാവപ്പെട്ട നമ്മുടെ അപ്പൂപ്പന്മാർ പൂർവ്വന്മാരുണ്ടാക്കിയൊരു സംഭവമാണ്. അത് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഒരു കാര്യമില്ല. അതാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒന്നും പ്രശ്നമല്ല. ഒരു രസകരമായ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഏതോ ഒരു മതസംഘടനയുടെ ഒരു മീറ്റിങ്ങിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രഹസ്യ പോലീസ് പോയിട്ട് തിരിച്ചു വന്ന് ഇവിടുത്തെ റിപ്പോർട്ട് അതിനെക്കുറിച്ച് പറയുന്നൊരു തമാശയാണ്. അതായത് അവരെ കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം അവർ ഇവിടുത്തെ കാര്യമേ ചർച്ച ചെയ്തിട്ടില്ല. ആഫ്റ്ററിൻ്റെ അകത്ത് എവിടെയുള്ളൊരു സംഭവമാണ് അവർ പറയുന്നത്. അവിടെ പ്രശ്നമില്ലെന്ന് അവർ പറയുന്നത്. അതൊക്കെ പറഞ്ഞ ആളുകളെ പ്രലോഭിപ്പിക്കുക, സ്ത്രീകളെ വേദിയിലിരുത്താൻ പാടില്ല, സ്ത്രീകൾ ഇപ്പം ഡൽഹിയിൽ നിന്ന് ഇന്നലെ നടന്നൊരു പ്രധാനപ്പെട്ട സമരമാണത്. ആ സമരം എന്ന് പറഞ്ഞാൽ VP സുഹറ എന്ന് പറയുന്ന ഒരു മലയാളി സ്ത്രീ അവിടെ പോയി സമരം ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയം എന്ന് പറഞ്ഞാൽ. അവർക്ക് സമരം ചെയ്യാൻ സമയം കൊടുത്തിരിക്കുകയാണ്. ഇത്ര മണി തൊട്ട് 10 മണി തൊട്ട് 2 മണി വരെ നിങ്ങൾ സമരം ചെയ്യുന്നത്, പിന്നെ പൊയ്ക്കോളണം, അല്ലെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്യും. അങ്ങനെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. അവർ ഉന്നയിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തുല്യ അവകാശം ഉണ്ടായിരിക്കണം സ്വത്തിൽ. അത് ഈ ഭരണഘടന തുല്യത പ്രഖ്യാപിച്ചിട്ടുള്ള ഭരണഘടനയാണെങ്കിൽ അത് ആവശ്യമാണ്. ഇപ്പം ഇത് അതിന് വേണ്ടിയിട്ട് ഇപ്പം കേരളത്തിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഷുക്കൂർ വക്കീൽ ഇത്രയും കാലം ആ മതാചാര പ്രകാരം സ്ത്രീരഹിത വിവാഹവേദിയിൽ നിന്ന് കല്യാണം കഴിച്ച ഒരാൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പെൺകുട്ടികൾക്ക് സ്വത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് കല്യാണം കഴിക്കുകയാണ്. 40 വർഷത്തിന് ശേഷം കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ ആ രീതി മാറുകയാണ്. അപ്പോൾ ഇത് നിയമമാവണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അവിടെ പോയി സമരം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അല്ല ശരിയെന്ന് ഇപ്പോഴും വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും അല്ല ശരി. സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് സുന്ദരിമാരുണ്ട്, അവിടെ മദ്യം ഇഷ്ടംപോലെ മദ്യമുണ്ട്, പിന്നെ മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് മതപ്രസംഗം എന്ന് പറഞ്ഞത്. കാരണം മുഴുവൻ സയൻസിനെതിരെയാണ്. പക്ഷേ അവരിട്ടിരിക്കുന്ന ഉടുപ്പ് സയൻസ് കണ്ടുപിടിച്ചതാണ്. ഉടുപ്പ് എങ്ങനെയാണ് തുന്നുന്നത് സയൻസ് കണ്ടുപിടിച്ചതാണ്. ആദ്യത്തെ പിന്നെ ഈ മനുഷ്യന് ആദ്യത്തിന് ഉപയോഗിക്കും ഉടുപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ കണ്ടുപിടിച്ച സംഭവങ്ങളാണ് അതെല്ലാം. മൈക്ക് സയൻസിൻ്റെതാണ്, അവർ വന്ന ജീപ്പ് സയൻസിൻ്റെതാണ്, അവർ കഴിച്ച പഴച്ചാറ് ഉണ്ടാക്കിയത് സയൻസിൻ്റെ രീതിയിലാണ്, ഫ്രിഡ്ജ് സയൻസിൻ്റെയാണ്, എല്ലാം സയൻസാണ്. സയൻസിൽ നമുക്ക് മുന്നോട്ട് തന്നെ സാധ്യമല്ല. കോവിഡ് കാലത്ത് നമ്മൾ ഒരു ദൈവം രക്ഷിച്ചില്ലല്ലോ. കോവിഡ് കാലത്ത് നമ്മൾ രക്ഷിച്ച സയൻസാണ്. സയൻസ് പറയും മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു കഷ്ണം സോപ്പും ഒരു കൊണ്ട് തുണിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നമ്മൾ സോപ്പിട്ട് കൈ കഴുകി തുണി കൊണ്ട് മാസ്ക് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെയല്ലേ നമ്മൾ രക്ഷപ്പെട്ടത്. സയൻസ് മാത്രമാണ് ലോകത്തിൻ്റെ രക്ഷ. സയൻസിനെതിരാണ് മതപ്രസംഗങ്ങളെല്ലാം. ഒരു മതമല്ല, എല്ലാ മതവും സയൻസിനെതിരാണ്. പക്ഷെ അവർ സയൻസിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. യുറീക്ക എന്നുള്ള കവിതയിൽ ഞാൻ ശ്രദ്ധിച്ചുള്ള അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ ബലാത്സംഗം ഒരുപാട് പേര്, ഇപ്പം 64 പേര് ഒരു കുട്ടിയെ റേപ്പ് ചെയ്തതിൻ്റെ കേസിൽ വന്നിട്ടുണ്ടല്ലോ. അതിനകത്ത് നമ്മൾ പരിശോധിച്ചാൽ വിവിധ മതക്കാർ കാണുന്നതാണ്. ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമല്ല, വിവിധ മതക്കാർ ഒന്നു ചേർന്നാണ് ഈ കുട്ടിയെ റേപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു മതസൗഹാർദ്ദം വരുന്നുണ്ട്. കുറ്റകൃത്യത്തിൽ മതസൗഹാർദ്ദമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ മാത്രമാണ് മതസൗഹാർദ്ദം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ യുറീക്ക എന്ന് വിളിച്ചു പോകും. ഈ സ്വപ്നം കാണുന്നൊരു നാടുണ്ട്. ഇപ്പോൾ ONV എഴുതിയിട്ടുണ്ട്, നമ്മൾ കാണും പാഴ്ക്കിനാവല്ലേ അതെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു കവിതയിൽ. അപ്പോൾ അത്തരമൊരു വാഗ്ദത്ത ഭൂമി നമുക്കുണ്ടാവും എന്ന് കരുതുന്നുണ്ടോ? ഏകൈ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ അടുത്ത് ഉണ്ടാകത്തില്ലെന്നാണ്. എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കാം എന്നാണ് നമ്മുടെയൊക്കെ സ്വപ്നം എന്ന് പറഞ്ഞാൽ. മനുഷ്യന് ആരും പട്ടിണി കിടക്കാത്തൊരു നാടുണ്ടാവണം, യുദ്ധമില്ലാത്തൊരു നാടുണ്ടാവണം, അക്രമങ്ങളില്ലാത്തൊരു നാടുണ്ടാവണം, സ്ത്രീകൾക്കും പുരുഷനും തുല്യതയുള്ളൊരു നാടുണ്ടാവണം, സ്ത്രീയും പുരുഷനും അല്ലാതെ ട്രാൻസ്ജെൻഡേഴ്സ് അടക്കമുള്ള മറ്റ്
വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കെല്ലാം സമത്വമുള്ള ഒരു നാടുണ്ടാവണം. അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹവും സ്വപ്നമൊക്കെയാണ്. പ്രകൃതി ഇതുപോലെ ശുദ്ധമായിരിക്കണം, മലിനീകരണമില്ലാത്തൊരു പ്രകൃതി. എന്താണ്, പ്രകാശം കൊണ്ടുള്ള മലിനീകരണം ഇല്ലാതാവണം. തിരുവനന്തപുരത്തൊക്കെ രാത്രി എന്നാലും നിലാവില്ല, സെക്രട്ടറിന് മുമ്പിൽ നിലാവില്ല, മുഴുവൻ വെളിച്ചം മാത്രമേ ഉള്ളൂ. നിലാവ് വേണം, നിലാവ് അനുഭവിക്കാൻ സാധിക്കണം. രാത്രി വിടരുന്ന പുഷ്പങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കണം, ആ പുഷ്പങ്ങളിൽ ജീവിക്കാൻ സാധിക്കണം. രാത്രിയിലെ ശലഭങ്ങളുണ്ട്, അതിന് രാത്രി വേണം, അതിനെ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ രാത്രി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അമിതമായ പ്രകാശം ഉണ്ടാകാൻ പാടില്ല, അമിതമായ ശബ്ദം ഉണ്ടാക്കുന്നത് പ്രധാനപ്പെട്ടവരെല്ലാം ഈ മതസ്ഥാപനങ്ങളാണ്. രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ പാർട്ടി ഓഫീസിന് മുമ്പിൽ 24 മണിക്കൂർ മൈക്ക് വെച്ച് കിട്ടുന്നില്ല. അതേസമയം മതം അങ്ങനെയല്ല. എല്ലാ ദിവസവും 365 ദിവസവും രാവിലെ 6 മണി തൊട്ട് രാത്രി 10 മണി വരെ ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഭാഗവത പാരായണം, ദേവി ഭാഗവത പാരായണം, ആ പാരായണം, ഈ പാരായണം എന്ന് പറയുന്നത് എല്ലാ മതക്കാരും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഇത്ര ഡെസിബിൾ കൂടുതൽ ശബ്ദം ഒരാൾ കേട്ടാൽ അയാൾ ക്രമേണ ബധിരനായി മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കേരളത്തിൽ ബധിരത ഉള്ളവരുടെ സംഖ്യ വളരെ വർദ്ധിക്കുകയാണ്. അത് നമുക്കിങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ ജർമ്മൻ ശ്രവണസഹായയുടെ പരസ്യം ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്. എവിടെ നോക്കിയാലും ENT സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നുള്ളതാണ്. ഇത് മതങ്ങളോട് ഇത് ആര് പറയും? പോലീസ് പറയുന്നത് 112 നമ്പർ വിളിച്ചാൽ ഞങ്ങളുടെ ഇടപെടാമെന്നാണ്. അവരൊന്ന് പറയും, അപ്പോഴത്തേക്കൊന്ന് കുറയ്ക്കും, പിന്നെയും കൂട്ടും. SLC കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പഠിക്കും ഇത്രയും ശബ്ദം ഉണ്ടാക്കിയാൽ? കിടപ്പ് രോഗികൾ, കേരളത്തിൽ ഒരുപാട് കിടപ്പ് രോഗികളുണ്ട്. അവർക്ക് എന്ത് സ്വസ്ഥത കിട്ടും? വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് സ്വസ്ഥത കിട്ടും? ഉലകടി മാറാത്ത കുഞ്ഞുങ്ങൾ, അവർക്ക് ഒരുപാട് നേരം ഉറങ്ങേണ്ടതായിട്ടുണ്ട്. അവരെങ്ങനെ ഉറങ്ങും? എന്നെപ്പോലുള്ള എഴുത്തുകാർ അവരെങ്ങനെ ശ്രദ്ധയോടുകൂടി വായിക്കുകയും എഴുതുകയും ചെയ്യും? ഇതിനെല്ലാം തടസ്സമാണ് മതസ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന അമിതമായ ശബ്ദം. അപ്പോൾ ഇതിനൊക്കെതിരെ പ്രതികരിക്കണം. ഇതൊന്നും ഇല്ലാത്ത സുന്ദരമായൊരു ഭൂമി, ഒരു ലോകം നമ്മുടെ സ്വപ്നമാണ്. അപ്പോൾ സ്വപ്നങ്ങൾ പ്രോഗ്രസീവായിട്ട് തന്നെ എഴുത്തിലേക്ക് കൊണ്ടുവന്ന് അതിനുവേണ്ടി പരിശ്രമിക്കുക. ഒപ്പം ഞങ്ങൾ വായനക്കാരുടെ ഒരു മനസ്സ് കൂടെ ഉണ്ടാവും. ഞങ്ങൾ വായിക്കും, സപ്പോർട്ട് ചെയ്യും. നന്ദിയുണ്ട് സംസാരിക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.